യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും ഇതുപോലെ വായിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്ന താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഇവിടെ അതേ കൂട്ടരെ സംബന്ധിച്ച് പറയാണ്, ഒരു ദിവസം വരുന്നു, അവരെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് എന്താ പറയുന്നത്? അവർ വന്ന് നിന്റെ കാൽക്കൽ നമസ്കരിപ്പാനിടയാവും. എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് ദൈവം ഇവരെ സ്നേഹിച്ചു എന്ന് അറിവാൻ സംഗതി വരും. അവരേറ്റു പറയേണ്ടി വരും. കുറേ നാശങ്ങൾ ഇവരുണ്ടാക്കി. പക്ഷെ ഒരു ദിവസം വരുന്നു, അവരുടെ വായ് കൊണ്ട് തന്നെ ഏറ്റു പറയേണ്ടി വരും, നിങ്ങൾ വാസ്തവത്തിൽ ദൈവമക്കളാണെന്നും ദൈവമാണ് നിങ്ങളെ നടത്തുന്നതെന്നും അവർ സമ്മതിക്കേണ്ടി വരും. അപ്പൊ ആ ദൂഷണത്തിന്റെ അവസാനം ഉണ്ടാവും. അവരുടെ നടുവിൽ തന്നെ ദൈവം തന്റെ ജനത്തെ ഉയർത്തും, അഭിമാനത്തോടെ നിർത്തുമാറാക്കും. ഓൾറെഡി ജീവിതത്തിൽ ഇത് സംഭവിച്ച പലരും ഉണ്ടാവും. ഇവിടെ ഭൂമിയിൽ തന്നെ ഇത് സംഭവിക്കും. അടുത്ത വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അവിടുത്തെ ഒരു പ്രത്യേക വാഗ്ദത്തമാണത്. എന്താണ്? സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. ഈ സഭയോട് പറയുകയാണ്, എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. പറയുന്നില്ലേ, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനൊരു ഭയങ്കര പരീക്ഷാകാലം വരും. അന്ന് ഞാനും നിന്നെ കാക്കും. ശരിക്കും പറഞ്ഞാൽ ഐ വിൽ കീപ് യു ഔട്ട്സൈഡ് ഓഫ് എന്നർത്ഥം വരുന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ്, ഔട്ട്സൈഡ് ഓഫ്, നോട്ട് വിത്തിൻ ഇറ്റ്. ഈ പരീക്ഷയ്ക്കകത്ത് ഞാൻ നിന്നെ കാക്കുമെന്നല്ല. I will keep you outside the hour of trial. ഇത് പറഞ്ഞാൽ ഈ കാലത്തിനകത്ത് പോകാതെ അവരെ അതിന്റെ പുറത്ത് കാക്കുമെന്ന്. അതായത് മുമ്പേ നമ്മൾ പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ദൈവത്തിന്റെ ആളുകൾ, സഭ, സാധ്യസഭ ഇതിനകത്തുകൂടി പോകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. കുറെ ആളുകൾ പോകുന്നു പറയുന്നവരുണ്ട്. പക്ഷെ എന്റെ വാക്തത്വം ഇതാണ്, നീ എന്റെ വചനം കാത്തതിനാൽ നിന്നെ ഞാനും കാക്കും, പക്ഷെ ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്, ഇതിനകത്തൂടെ പോകാതെയാണ്. ഗോ ഹെഡ്, അടുത്ത വാക്ക്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഓൺ ചെയ്യണം. വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും അവരോട് പറയുന്നില്ല. നിനക്കുള്ളത് പിടിച്ചോണം. ഗോ ഹെഡ്. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. വാക്തത്വം, ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവർക്കൊരു പെർമനൻസ്, ദൈവസന്നിധിയിൽ സിഗ്നിഫിക്കന്റ് ആയ ഒരു റോൾ അവർക്ക് കൊടുക്കും. സഭയ്ക്ക് തൂണായ ആളുകൾ കേട്ടിട്ടില്ലേ? അപ്പൊ അത് അവരതിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ദൈവരാജ്യം വരുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിന് തൂണെന്ന പോലെ സിഗ്നിഫിക്കന്റ് റോൾസ് അവർക്ക് അതിനകത്ത് അസൈൻ ചെയ്യും. ഗോ ഹെഡ്. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. കണ്ടല്ലേ, അവരുടെ മേൽ ഒരു നാമം എഴുതുമെന്ന്. ഇന്ന് പകൽ മുദ്രയിടുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മള് 7-ാം അധ്യായത്തിൽ കണ്ടില്ലേ? ഇത് ദൈവത്തിന്റെ ജനത്തിന് ആ ദിവസത്തിന് വാഗ്ദത്തം പറയുകയാണ്. ദൈവത്തിന്റെ നാമം എഴുതും, ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം എഴുതും, പിന്നെ അവന്റെ ഒരു പുതിയ പേരുണ്ട്, ദൈവത്തിന്റെ നഗരത്തിന്റെ എന്റെ പുതിയ നാമം. അത് വേറെ ആർക്കും അറിഞ്ഞൂടാ. യേശുക്രിസ്തുവിനെ ഒത്തിരി പേരിൽ വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ വേറെ എന്തോ ഒരു പേരുണ്ട്. പക്ഷെ അതാർക്കും അറിഞ്ഞൂടാ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും ഉണ്ടത്. 19-ാം അധ്യായത്തിന്റെ 19
12 വാക്യം. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. കണ്ടില്ലേ? അങ്ങനെ രഹസ്യമായ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു നാമം അവന് ഉണ്ട്. എന്താണ് ഈ നാമം എഴുതും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാസ്തവത്തില് ഓണർഷിപ്പ് ചൂണ്ടിക്കാണിക്കുന്നതാണത്. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, തടിയേൽ സ ത എന്നടിച്ചാൽ സർക്കാർ വക തടി, സർക്കാരിന്റെ വകയാണ്, തൊട്ടുപോകരുത്. സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചപ്പോ നമ്മുടെ രീതിക്ക് പേര് മാറിയില്ലേ? ഹലോ, മാറിയില്ലേ? എന്താണ് ചൂണ്ടിക്കാണിച്ചത്? വേറെ ആളായി, ആ ആളിന് ഉടമസ്ഥരായി. ഓണർഷിപ്പ് വേറൊരാൾക്ക് കിട്ടി. അപ്പന്റെ പേരിലല്ല ഇനി അറിയപ്പെടുന്നത്. ഇനി അറിയപ്പെടുന്നത് വിവാഹം കഴിച്ച പുരുഷന്റെ പേരിലാണ്. എന്ന പോലെ സ്പീക്സ് ഓഫ് ഓണർഷിപ്പ്. വലിയൊരു പദവിയാണ്. ദൈവത്തിന്റെ വകയെന്ന് ആ പ്രത്യേക പേരുള്ള ഈ വലിയ ആളിന്റെ വകയാണ് ഇവർ എന്ന് അവരുടെ മേൽ എഴുതി വെക്കുകയാണ്. ഭയങ്കര പ്രിവിലേജ് ആണ്. ഓക്കെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത്രയാണ് ആ സഭയോടുള്ള ദൂത്. അടുത്തത് ലവോദിക്ക സഭയാണ്. ലവോദിക്ക സഭ അത് ഈ സഭകളിലെ ഒടുവിലത്തെ സഭയാണ്. വായിക്കാം, അതിന്റെ സ്ഥിതി വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. ഓക്കെ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. കണ്ടില്ലേ പ്രയോഗങ്ങൾ? വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ, എല്ലാത്തിന്റെയും ഉത്ഭവമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. വിശ്വസ്തനാണ്, സത്യവാനാണ്, മാറ്റമില്ലാത്ത ആമേൻ എന്നുള്ളവനാണ്. ഒരിക്കലും ചേഞ്ച് ഇല്ല. മനുഷ്യർക്ക് പലപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് എല്ലാവർക്കും ചേഞ്ചസ് വരും. ഇവർക്ക് വല്ലാത്ത ചേഞ്ച് വന്നിട്ടുമുണ്ട് ഈ താഴെ പറയുന്ന ഗ്രൂപ്പിന്. പക്ഷെ അവിടെ വന്നിട്ട് പറയുകയാണ് ഒരു മാറ്റവും ഇല്ലാത്ത ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ദെൻ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഓക്കെ, അവരോടും പറയാണ് ഐ നോ. വന്ന ഉടനെ എനിക്ക് ഇതിനെ അറിയാം. എന്താ അറിയാവുന്നത്? നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഒരു ഗുണവും ഈ കൂട്ടരെ കുറിച്ച് പറയാനില്ല. ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. പിന്നെ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. വന്ന ഉടനെ പറയുന്ന വാക്യത. ബാക്കി മിക്ക സഭകളെ കുറിച്ചും കുറെ ഗുണം പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഗുണവും പറയാനില്ല. വന്ന ഉടനെ ഇത് പറയുകയാണ്, ശീതവാനും അല്ല ഉഷ്ണമല്ല. രണ്ടിലേതിലായിരുന്നേലും കൊള്ളായിരുന്നു. ആത്മീയത്തിൽ നല്ല ചൂടുള്ള ആളായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ചൂടും ഇല്ലാതെ അങ്ങ് ചുമ്മാ ഗുണമില്ലാതെ കിടക്കുകയായിരുന്നേലും വേണ്ടില്ലായിരുന്നു. രക്ഷിക്കപ്പെടാതെ വിവരങ്ങളൊന്നും അറിയാൻ മേലാതെ അങ്ങനെ കിടന്നിരുന്നെങ്കിലും ആളിന് എന്തെങ്കിലും ഒരു മാറ്റം വരാം. വെള്ളം അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടാകുന്നതിന് മുമ്പ് ഒരു പരുവമുണ്ടല്ലോ, വാട്ടർവെള്ളം എന്ന് പറയത്തില്ലേ, ആ പരുവക്കാരാണ് വരും. ഈ ആത്മീയൊക്കെ പറഞ്ഞുകൊണ്ട് പോയ അവരെന്തോ പറയുന്നറിയോ? അയ്യോ, എന്റെ കലത്തിന്റെ കീഴിൽ ചൂട് തട്ടിയതാ. ഇതൊക്കെ എനിക്കറിയാം, എനിക്ക് ചൂടൊക്കെ അടിച്ചതാ. അപ്പൊ ചൂട് തട്ടിയ ചില പരിചയമുണ്ട്, പക്ഷേ എത്തേണ്ടടത്ത് എത്തിയിട്ടില്ല. ഇതാണ് കുറച്ചു പേരുടെ പ്രശ്നം. ആത്മീയമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചു, ആത്മീയത്തിൽ എത്തേണ്ടടത്ത് എത്തിയില്ല. സ്വല്പം അങ്ങോട്ട് പോയപ്പോ കലത്തിലെ ചൂടങ്ങ് അങ്ങ് തീ കെടുത്തിയിട്ടാണ്. ആത്മമണ്ഡലത്തിലെ അടുത്ത പോക്കിന് തയ്യാറല്ല. അവര് നിശ്ചയിക്കുന്ന ചില പരിധികളുണ്ട്, അവിടെ നിൽക്കും. തങ്ങൾക്ക് സൗകര്യമുള്ളത്ര യാത്രയെ ചെയ്യുള്ളൂ. ദൈവം വിളിക്കുന്നത് പോലെ വിളിക്കുന്നിടത്തേക്ക് പോവില്ല. കണ്ടില്ലേ, കുറച്ചു പേർക്കാണെങ്കിൽ മാനസാന്തരം കൊണ്ട് നിന്നുകളെ. ആത്മീയം ഇല്ലാതെ അങ്ങ് അങ്ങ് ഇതൊന്നും ഇല്ലാത്ത ഒരു എന്താണ്, പണ്ടൊരു മമോദിസേറ്റതേ ഉള്ളൂ എന്ന ആ സ്ഥിതിയിൽ അവർക്ക് വ്യത്യാസമാണ്. കാരണം തുടങ്ങിയവരാ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇച്ചിരി ഇങ്ങോട്ട് മുമ്പോട്ട് വന്ന് വെച്ച് മാനസാന്തരം കൊണ്ടൊരു നിപ്പാണ്. ഇതിനപ്പുറത്ത് എന്തുണ്ടെങ്കിലും അതിന് പോകാൻ തയ്യാറല്ല. അങ്ങനെ ലോകത്തിന് ഇഷ്ടംപോലെ ആളുകളുണ്ടെന്ന്. ഒരാത്മീയം വേണം, ഒരു ഉണർവ് വേണം, അതിൻ്റെ ഒരു തുള്ളൽ വേണം. അതൊന്നും ഇല്ലാത്ത ജീവിതത്തിന് സുഖമില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങി വന്ന് ഇച്ചിരി തുള്ളിയൊക്കെ വെച്ച് അത്ര അങ്ങ് നിൽക്കും. അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമാണെന്ന് അവരുടെ ധാരണ.
പക്ഷെ അതുവഴി എന്തുമാത്രം പോകാനുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ അങ്ങ് വരെ പോവണ്ടേ? അതിന് പോവില്ല. ശീതമാനോ അല്ല, ഉഷ്ണമാനോ അല്ല. എക്സ്ക്യൂസ് മീ, ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലാത്തത് കൊണ്ട് നിന്നെ എന്റെ വായിൽ നിന്ന് അത് പിന്നെ പറയാം. ഞാൻ ധനവാൻ. ഈ ദേശത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ആ ദേശമുണ്ടല്ലോ, ഈ പറയുന്ന ലവോദിക്ക എന്ന് പറയുന്ന പട്ടണം ഉണ്ടല്ലോ, കുറെ അപ്പുറത്ത് നിന്ന് ഒരു ചൂടുറവയിൽ നിന്ന് ഈ ദേശത്തിലേക്ക് വെള്ളം കൊണ്ടിരുന്നുണ്ടായിരുന്നു. അങ്ങനെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ തുടങ്ങുമ്പോൾ നല്ല ചൂടുവെള്ളമാണ്. പക്ഷെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിന്റെ സ്വഭാവം ഇതാ. ഒരു തരം ചൂടും അല്ല തണുപ്പും അല്ല എന്നുള്ള പരുവത്തിലാണ് വെള്ളം ഈ പട്ടണത്തിലെത്തുന്നത്. ഇവരുടെ സ്വഭാവം അത് തന്നെ. കേട്ടിട്ടില്ലേ, നാടോടുമ്പോ നടുവ് ഓടണമെന്ന്? അത്ര ടൈപ്പുകളാണ് ഇവര്. ചൂടുവെള്ളം, ചൂടുറവ കേട്ടിട്ടില്ലേ? വെള്ളം കൊടുത്ത് പഠിക്കുന്ന കാലത്ത് ചൂടുറവയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ രാജ്യത്തുണ്ട് കുറെ ചൂടുറവകൾ. ചിലതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് അവിടുന്ന് പൊങ്ങി വരുന്നത്. നമ്മുടെ രാജ്യത്തുകൊണ്ട് വേറെ പലയിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര തിളച്ച വെള്ളം. പക്ഷെ ആ വെള്ളം പറഞ്ഞില്ലേ, പേർപ്പസിന് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടെത്തുന്നെങ്കിലും ഈ വാട്ടവെള്ളത്തിന്റെ പരുവത്തിലുള്ള ആളുകളായിട്ട് നാടെങ്ങനെ പോകുമോ അതും പോലെ പോകും. അല്ല, വിളിച്ച ക്രിസ്തുവിന്റെ പുറകെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അതനുസരിച്ചങ്ങ് പോവില്ല. നാട്ടുകാരെ നോക്കി, അവരുടെ രീതി നോക്കി, അവരുടെ അംഗീകാരം നോക്കിയുള്ള ഒരു നിപ്പാണ്. കൂടെ ഉള്ളവരെന്തോ പറയും, അത്രയൊക്കെ ഉള്ളൂ. ലാർജർ പബ്ലിക് ക്രിസ്തുവിന്റെ കൂടെ പോകുന്ന പബ്ലിക് അല്ലല്ലോ. ഒരു ചെറിയ പബ്ലിക് അല്ലേ ഉള്ളൂ ക്രിസ്തുവിന്റെ കൂടെ പോകുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കുറെ സൊസൈറ്റി ഉണ്ട്, കുറെ ബിഗ് സൊസൈറ്റി, ഒരു ഡിഗ്നിഫൈഡ് സൊസൈറ്റി. അങ്ങനെയുള്ള ആ ഡിഗ്നിഫൈഡ് സൊസൈറ്റിയിൽ നിൽക്കണമെങ്കിൽ ഒത്തിരി ആത്മീയത്തിന് പോയാൽ ഡിഗ്നിഫൈഡ് സൊസൈറ്റിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആ സൊസൈറ്റി നോക്കി അതിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അത് പോകുന്ന അത്രയും പോകുന്ന ഒരു വർഗം. ഓക്കെ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. അടുത്ത പ്രശ്നം ഏതാണ്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഇതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. ഈ നാടിന്റെ സ്വഭാവം. അതിനു മുമ്പ് ഇവരുടെ നാട്ടിൽ ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. ഈ പറയുന്ന ലവോദിക്ക പട്ടണത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോ ആ ദേശത്തിലെ നിവാസികൾക്ക് സഹായം കൊടുക്കാൻ സർക്കാർ തയ്യാറായി. അവർ പറഞ്ഞു, സർക്കാരിന്റെ ഒരു സഹായവും വേണ്ട, ഞങ്ങൾക്ക് കാശുണ്ട്, ഞങ്ങൾ തന്നെ എല്ലാ ഡാമേജസും റിപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞൊരു വർഗമാണ് ഇവർ ഹിസ്റ്റോറിക്കലി. അപ്പൊ ഇവർ സാമ്പത്തികമായി അങ്ങനെ കുറഞ്ഞ വർഗമല്ല, സാമ്പത്തികമായി കാശുള്ളവരാണ് ആ പട്ടണക്കാർ. അപ്പൊ ആ കാശിന്റെ അഹങ്കാരമാണ് ഇവർക്കിരിക്കുന്നത്. അവരെന്താ പറയുന്നത്? ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. യേശുക്രിസ്തുവിന്റെ ഭാഷ ഓർമ്മയുണ്ടോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യന്മാർ, അവർ ദൈവത്തെ കാണും. ആ ദാരിദ്ര്യം ഇല്ലാത്തവന് ആത്മീയമായി ഒരു വകയും സാധിക്കാൻ പറ്റില്ല. ഓർമ്മയില്ലേ പണ്ടത്തെ ആ യേശുക്രിസ്തുവിന്റെ ഉപമ? രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ കാര്യം. പരീശൻ ചെന്നും വെച്ച് പറഞ്ഞു, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ, എനിക്കുള്ള എല്ലാ നന്മകളും നിമിത്തം സ്തോത്രം. ഞാൻ വളരെ ആത്മീകനായിരിക്കാൻ സ്തോത്രം. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സ്തോത്രം. എനിക്കുള്ളതിനെല്ലാം ഞാൻ ദശാംശം കൊടുക്കുന്ന ആളാണ്, സ്തോത്രം. തന്റെ കാര്യത്തെ സംബന്ധിച്ച് ദൈവത്തിന് കുറെ റിപ്പോർട്ടെല്ലാം കൊടുത്തും വെച്ച് അയാൾ വീട്ടിൽ പോന്നു. അയാൾക്ക് ഒരു ഗുണവുമില്ല. മറ്റവനോ സ്വർഗത്തേക്ക് പോലും നോക്കാൻ തുനിവില്ലാതെ നെഞ്ചത്തൊരടി അടിച്ചും വെച്ച് പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപ്പോ അവന് ഗുണമുണ്ടായി. നിറഞ്ഞിരിക്കുമ്പോ പലയിടത്തോട്ടും ചെന്ന് വല്ലതും തിന്നാൻ തന്നാൽ വെറും തിമ്മന്മാരല്ലാത്ത വല്ലവരും തിന്നണമെന്ന് പറയുക. വിശപ്പുണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് തിന്നാൻ തോന്നുള്ളൂ. വിശപ്പില്ലാത്തവൻ എവിടെ നിന്ന് തിന്നും? ആത്മലോകത്തിലെ സ്ഥിതി ഇതാണ്. വിശപ്പുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് കഴിക്കണം. അതും നല്ല വിശപ്പുള്ള ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
സമയത്ത് തിന്നാൻ പറ്റാതെ ചില സമയം ആകുമ്പോഴത്തേക്ക് അങ്ങ് വിശപ്പ് കലശലാവില്ലേ അല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നല്ല പോലെ വിശക്കുന്നുണ്ട്. ഇല്ലാഞ്ഞിട്ടായിരിക്കണമെന്നില്ല, ഇല്ലാത്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, ഇപ്പൊ ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, എങ്കിലും ചിലപ്പോ തിന്നാൻ നേരം കിട്ടില്ല. ചിലപ്പോ യാത്രയായിരിക്കും, തിരക്കായി പോവും. അപ്പോഴത്തേക്ക് ഈ വയറ് കയറി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചാലേ, മസിൽ കയറിയിട്ട് പിടുത്തം പിടിച്ചാൽ ഇനി നീ തിന്നിട്ടടുത്ത പണിക്ക് പോയാൽ മതി എന്ന് പറയും. അങ്ങനത്തെ വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള വിശപ്പാണെങ്കിൽ തിന്നും. ദൈവസന്നിധിയിൽ പോകുന്നവനും ഇങ്ങനത്തെ നിർബന്ധക്കാരനാണെങ്കിൽ എല്ലാ ദിവസവും ദൈവത്തെ പ്രാപിക്കാനുണ്ട്. എന്നത് ഒത്തിരി പേർക്ക് അവരുടെ വിചാരം ഈ ആത്മലോകം എന്ന് പറയുന്ന ഒത്തിരി ഒന്നുമില്ല. നമ്മൾ കണ്ടൊരു ആത്മലോകം, അതൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടു, നമ്മൾ എത്രയോ കാലം കൊണ്ട് കേൾക്കുന്നതാ, അങ്ങ് കിട്ടി എന്നാണ് ആളുകളുടെ ധാരണ. വാസ്തവത്തില് സത്യമല്ല. ആത്മലോകം ഭയങ്കര ലോകമാണ്, ഭയങ്കര വിശാലമായ ലോകമാണ്. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ഒരു മനുഷ്യനും ഇതുവരെ വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ ഈ പുസ്തകം എത്ര കാലം പഠിച്ചാലും, നിങ്ങൾ ആയുസ് മുഴുവൻ പഠിച്ചാലും ഇത് മുഴുവൻ തിരിയില്ല, നിങ്ങൾക്ക് ബോധ്യമാവില്ല. പിന്നെയും നിങ്ങൾക്കറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പഠിക്കുന്നവനറിയാം, അല്ലാത്തവനോ അവർക്കറിയാൻ മേലാത്ത ഒന്നുമില്ല ഇതിനകത്ത്. അത് അവരുടെ ധാരണ, അതിന്റെ സത്യമല്ല. ഞാൻ പറഞ്ഞില്ല, ആത്മീയ അനുഭവങ്ങളിലേക്ക് പോയാൽ, ആത്മീയ അനുഭവങ്ങളുടെ ആഴത്തിൽ പോയെങ്കിലേ ഇതിനെ സംബന്ധിച്ച് അല്പം വിവരം കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ പൊതുവിലുള്ള സ്വല്പം അനുഭവങ്ങളുണ്ടല്ലോ, ഇനി മനസ്സാന്തര, അല്ല സ്നാനം, ഇനി ഇച്ചിരി അന്യഭാഷയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നാൽ ഇതിനപ്പുറമുണ്ടെന്ന് അവർക്കറിയില്ല. പക്ഷേ ഭയങ്കര ആത്മലോകമാണിത്. സ്തോത്രം. അങ്ങനെ വലിയ കാര്യമൊക്കെ വരുമ്പം തിയോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഞാനും അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്. ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയം, ഒരു ദിവസം ദൈവം പൊട്ടിച്ച് കയ്യിലിട്ട് തന്നു. വലിയ വേദശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയമാണ്. അപ്പൊ ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സ്പെഷ്യൽ സ്റ്റഡീസ് നടത്തി, റിസർച്ച് നടത്തി, ഇങ്ങനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ചില കാര്യങ്ങൾ തെറ്റാണ്, അങ്ങനല്ല വേണ്ടിയത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പഠനം നടത്തിയിട്ട് ചിലയിടത്ത് പോയി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ചിലയിടത്തൊക്കെ പോയിട്ടുണ്ട്. ഇൻഫാക്ട് അതൊന്നും ബോധപൂർവം തെറ്റി ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അന്ന് റിസർച്ച് നടത്തി അങ്ങനെ എനിക്ക് അറിയാവുന്ന കാര്യത്തിന് പോയി ക്ലാസ്സെല്ലാം എടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരു യോഗ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞാൻ ഡോൾട്ടർ കോൾ നടത്തുകയാണ്. ഈ സെമിനാർ ഞാൻ പലപ്പം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഓൾട്ടർ കോളും സാധാരണ നടത്താറുള്ളതാണ്. 3 ദിവസത്തെ സെമിനാറാണ്. ഫൈനൽ ഇടയ്ക്കും ഓൾട്ടർ കോൾ കൊടുക്കാറുണ്ട്, ഫൈനലി ഓൾട്ടർ കോൾ കണ്ട ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അങ്ങോട്ട് ആ ദിവസം ഓൾട്ടർ കോൾ അങ്ങോട്ട് നടത്തുകയും ഒരു ഭയങ്കര ദൈവമഹിമ സ്റ്റേജിലേക്ക് ഇറങ്ങി വന്നു. ദൈവമഹിമ ഇറങ്ങി വന്നു വെച്ചാൽ നിൽക്കാൻ മേലാത്ത ദൈവമഹിമ, ശരീരത്തിന് താങ്ങാൻ മേലാത്ത ദൈവമഹിമ ഇറങ്ങി വന്നു. സ്തോത്രം. ഞാനങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെന്നു. സാറിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താഴോട്ട് ചെല്ലുന്നതാണ്. അന്നും അങ്ങോട്ട് ചെന്നു ഓരോന്നിനെ തൊട്ടു ദൈവശക്തി അങ്ങോട്ടം കൊടുക്കാൻ തുടങ്ങി. ഉള്ള കാര്യം പറഞ്ഞാലേ, ഈ ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ചില താഴെ വീഴുമായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ ഭാര്യ ഇതിന് ഭയങ്കര എതിരായിരുന്നു. ഭയങ്കര എതിരാണ് ഞങ്ങൾ രണ്ടെണ്ണം. ഞങ്ങളതിന് വേദശാസ്ത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാലമാണ്. അങ്ങോട്ട് ചെന്ന് തൊട്ടു ഓരോന്നോരോന്ന് താഴെ വീഴാൻ തുടങ്ങി. ഇതിനെതിരാണ് ഞങ്ങൾ. അങ്ങനെ അങ്ങോട്ട് നടന്നു വന്നപ്പോ എന്റെ ഭാര്യ അപ്പുറത്ത് പോണ്ട്. ഒത്തിരി സ്ത്രീകളില്ല, കുറച്ചു പേരേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ അതിലെ പാസ് ചെയ്തപ്പോ ഒരു ഭയങ്കര ദൈവശക്തി പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അങ്ങോട്ട് ചെന്ന് തൊട്ടു, വീഴാൻ മനസ്സില്ലാഞ്ഞതിന് ചുരുണ്ടുകൂടി താഴെ ചെയ്തു. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, സോറി ദൈവമേ, വേദശാസ്ത്രം എല്ലാം താത്തു വെക്കുന്നു. അങ്ങേ വേണ്ട വിധത്തിൽ അതിൻ്റെ പൂർണ്ണ അളവിൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വേദശാസ്ത്രത്തിൽ ദൈവം ഒതുങ്ങുമെന്ന്.
അപ്പോഴാണ് തിരിയുന്നത്, ദൈവത്തിന്റെ പക്കൽ നമുക്കാർക്കും അറിയാൻ മേലാത്ത ശക്തിയും മഹത്വമുണ്ട്. അതിനുശേഷം വേദശാസ്ത്രം പറയുമെങ്കിലും അപ്പം പിന്നെ ഞാൻ പറയും, എൻ്റെ വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ വചനത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവാണ് എൻ്റെ വേദശാസ്ത്രം. അത് അൾട്ടിമേറ്റ് അല്ല, അത് ഫൈനൽ അല്ല. ഈ തിരുവെഴുത്തിന് ഇനി എന്തെല്ലാം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നത് ഞാൻ പറയും. അടുത്ത കാര്യം ആത്മാവിനോട് പറഞ്ഞാൽ കേൾക്കാൻ റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. നേരത്തെ ഞാൻ ഓപ്പണാണ്, ആത്മാവിന് ഓപ്പണാണ്, വചനത്തിന് ഓപ്പണാണ്. അല്ലാതെ ട്രഡീഷണലായ കാര്യങ്ങളിൽ മാത്രം നിൽക്കുന്ന ആളല്ല ഞാൻ. എല്ലാ സമയത്തും ഐ വാസ് ഓപ്പൺ ടു ദ സ്ക്രിപ്ചർ. എന്നെ പള്ളിക്കുടുത്തി പഠിപ്പിച്ച പാഠങ്ങളല്ല ആക്ച്വലി ഞാൻ പറയുന്നത്. ഞാൻ പള്ളിക്കുടുത്തി പഠിച്ച പാഠങ്ങളുണ്ടെങ്കിൽ പോലും ഞാനൊരു 23 വർഷം വേദാധ്യാപകനായിരുന്നു. അപ്പൊ ആ കാലത്ത് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ വേദശാസ്ത്രം മുഴുവൻ റീതിങ്ക് ചെയ്യുകയാണ്. ഞാൻ പഠിച്ച കാര്യം ശരിയാണോ എന്ന് വചനം എടുത്ത് പരിശോധിക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ തിയോളജി മുഴുവൻ ഞാൻ ഇൻഫാക്ട് റീതിങ്ക് ചെയ്ത് എൻ്റെ തിയോളജി സെറ്റ് ചെയ്തു. പൊതുവെ അത് യാഥാസ്ഥിക തിയോളജിയാണ്. എങ്കിലും എനിക്ക് മതിയായ റീസൺ വേണമായിരുന്നു ഇതങ്ങനെ വിശ്വസിക്കാൻ. എന്നെ പള്ളിക്കുട്ടി പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ഒന്നും പ്രസംഗിക്കില്ല. എൻ്റെ റീസണ് ബോധ്യപ്പെടണം ഞാൻ പറയുന്ന കാര്യം ശരിയാണ്. അങ്ങനെ ഐ വാസ് ഫോമിങ് മൈ തിയോളജി. അങ്ങനെ വന്നതിന്റെ പുറത്താണ് ഈ ആത്മാവിന്റെ പ്രവൃത്തി വന്നപ്പോ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. കുറച്ചു കാലത്തിനു മുമ്പുണ്ടായ കുറെ വെളിപ്പാടുകളുടെയും വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ദൈവശക്തി ഭയങ്കര ശക്തിയോടെ വരുമെന്നും അത് ഈ ശരീരത്തിൽ വന്നിറങ്ങിയാൽ, ഇതങ്ങോട്ട് നിറഞ്ഞാൽ ഈ ശരീരത്തിന് ഇത് താങ്ങാൻ പറ്റില്ലെന്നും, ഈവൻ അതിനകത്ത് ഒരു ഫ്ലോ പുറത്തേക്ക് പോകുമെന്നും ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഓഫ്കോഴ്സ് വചനം അങ്ങനെയുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. വന്ന് നിറയാൻ മാത്രമല്ല, ഒഴുകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോ ഇന്നവേ ഉള്ളൂ ആത്മാവിൽ നിന്നാരും പറയരുത്. ഇത്ര ആത്മീയ അനുഭവം ഉള്ളെന്ന് ഒരു വ്യക്തിയും പറയരുത്. അടുത്ത കാര്യം ദൈവം കാണിച്ചു തരാൻ. എതിലെങ്കിലും ആളുകൾ പറയുന്നതെല്ലാം കേൾക്കാനല്ല. അത് ഞാൻ പിൻപറ്റുമായിരുന്നില്ല. ഒരുത്തരുടെയും ഫിലോസഫീസ് ഞാൻ പിൻപറ്റുമായിരുന്നില്ല. ദൈവം എനിക്ക് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തണമെന്ന് നിർബന്ധക്കാരനായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ തിയോളജി ദൈവം എനിക്ക് നേരിട്ട് വെളിപ്പെടുത്തുന്നുള്ളതാണ്. ഓഫ്കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്കിലും എന്റെ സാധാരണ വേദശാസ്ത്രങ്ങളും ടീച്ചിങ്സും ആത്മാവ് വചനത്തിലൂടെ എനിക്ക് നേരിട്ട് തന്നിട്ടുള്ള വെളിപ്പാടുകളുടെ ഫലമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പൊ അതെനിക്ക് ബോധ്യം വന്നിട്ട് ഞാൻ വിളിച്ചു പറയുന്നു. പക്ഷെ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്കറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ, ബാക്കി എന്താണെന്ന് എനിക്ക് അറിയില്ല. അതിന് തക്കവണ്ണമാണ് ഇതിനകത്ത് യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഉണ്ട്. അപ്പോ അതിന് തയ്യാറായി നിൽക്കണം. ഇവരെന്താ പറയുന്നത്? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നിടത്തോളം പിന്നെ ഒരു വകയും ദൈവത്തിന് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. ഒത്തിരി പേരും പള്ളിയിൽ വരുന്ന ദൈവത്തെ അത്യാവശ്യം ഉണ്ടായിട്ടില്ല. കുറച്ചു പേരാണെങ്കിൽ ദൈവത്തിന് വല്ലതും ഒന്നും കൊടുക്കാൻ വരുന്നതാണ്. പാവപ്പെട്ട ദൈവം ഏനോ നമ്മുടെ 2 സ്തുതി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആരും തുതിക്കാനില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ 2 ഉണക്ക സ്തുതി കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് മനസ്സില്ല മനസ്സോടൊരു കൊച്ചു സൂത്രം പറഞ്ഞു വെച്ച് വീട്ടിൽ പോകാൻ ദൈവത്തിന് ഇതിന്റെ ആവശ്യം എന്താ? അവിടെ നിൽക്കുന്ന ദൂതന്മാര് സ്തുതിക്കുന്ന ഒരു അംശം സ്തുതിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ ഭൂമിയിലെ ഒന്നാന്തരം പാട്ടുകാരനെ കൊണ്ടുവരൂ, സ്വർഗത്തിലെ ഒരു ദൂതം പാടുന്ന പാട്ടിന്റെ ഒരു അംശം പാടാവോ? അവരുടെ തൊണ്ട എന്തോ ഒരു ഭയങ്കര തൊണ്ടയാണ്. അവരുടെ സംഗീതോപകരണം എന്ന് പറഞ്ഞാൽ സൂപ്പർ അല്ലേ? പണ്ടാണെങ്കിൽ ഒരുത്തന്റെ കാര്യം പറയുന്നത്, അവൻ ചിറകങ്ങോട്ട് വിടർത്തിയാൽ എല്ലാ സംഗീതോപകരണവും ഒന്നിച്ച് പ്ലേ ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര സിസ്റ്റംസ് അവിടെ ഉണ്ടെന്നേ. പിന്നെ ഇവിടെ മനസ്സില്ല മനസ്സോടെ ഓരോരുത്തർ വന്ന് ഉണക്ക പാട്ട് പാടുന്നത് ദൈവത്തിന് കേൾക്കേണ്ട കാര്യം. കൊടുക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കൂ, പൂർണ്ണ മനസ്സോടെ കൊടുക്കൂ. ആ സ്വരം നല്ലതല്ലെങ്കിലും ഈ അന്തരംഗത്തിന്റെ ഉള്ളത്തിന്റെ നിറവ് കാണുമ്പോൾ ദൈവം അത് സ്വീകരിക്കും. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന്, ഇനി തനിക്ക് വേണ്ടി കൊടുക്കാൻ ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്ന് അറിഞ്ഞു വരണം. ആത്മീക തൃപ്തിയോടെ ദൈവസന്നിധിയിൽ വരുന്ന ഒരുത്തനും ഒരു വകയും പ്രാപിക്കാനുണ്ടാവില്ല. ഇവരോട് പറയാം. അതുകൊണ്ട് ദൈവം എന്താ പറയുന്നത്? നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ദൈവം വായിൽ ഇട്ടതാണ് തുപ്പിക്കളയുന്നത്. ദൈവത്തിന് വേണ്ടെന്ന് അവരെ ഇറക്കത്തിൽ നിന്ന് തുപ്പിക്കളയുന്നു ഈ സ്വഭാവ നിമിത്തം. ഓക്കെ,
ദൈവത്തിന് അവരെ ടോളറേറ്റ് ചെയ്യാൻ മനസ്സില്ല, കൊണ്ടടക്കാൻ മനസ്സില്ല. ദൈവം തുപ്പികളെ. സമ്പന്നൻ, ഞാൻ ധനവാൻ സമ്പന്നൻ, ഓക്കെ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യൻ. പക്ഷെ സ്ഥിതി എന്താണ്? നിർഭാഗ്യൻ, നീ നിർഭാഗ്യനാണ്. അരിഷ്ടൻ, അരിഷ്ടൻ, അതൊക്കെ എന്തൊരു കട്ടിയുള്ള വാക്കാണ്. ദരിദ്രൻ. അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പണ്ടൊരു നിലവിളി ഓർമ്മയുണ്ടോ? തീരെ ഗതികെട്ടവനല്ലേ ആ വാക്കിന്റെ അർത്ഥം, അല്ലെ? അരിഷ്ടനും ദരിദ്രനും. ഭയങ്കര കാശുകാരനാ, പക്ഷെ ദൈവം പറയുന്നത് നീ ദരിദ്രനാണ്. ഒരു മനുഷ്യന് നിന്നെ വേണ്ടാത്ത അരിഷ്ടനാണ് നീ. നീ ദരിദ്രനും പിന്നെ കുരുടനും. നിനക്ക് അവസ്ഥ കാണാൻ നിന്റെ കണ്ണ് തുറക്കുന്നില്ലല്ലോ. നിന്റെ തന്നെ അവസ്ഥ കാണാൻ കണ്ണ് തുറക്കുന്നില്ല. കുരുടനും നഗ്നനും. വലിയ പൊങ്ങച്ചം പറഞ്ഞ് ഇഷ്ടം പോലെ കാശുണ്ടെന്ന്, തുണി കൊടുക്കാനില്ലല്ലോ നിനക്ക്. നിന്നെ കാണുമ്പോ നിന്റെ നഗ്നതയാണല്ലോ പുറത്ത് കാണുന്നത്. പുറത്തു തുണിയുണ്ടെന്നേ, പട്ടുവസ്ത്രം ഉണ്ടെന്നേ, എക്സ്പെൻസീവ് ക്ലോത്ത്സ് ഉണ്ടെന്നേ, പക്ഷെ പാപത്തിന്റെ നഗ്നത നല്ല പോലെ കാണത്തക്കവണ്ണാണ് ഇവരുടെ നടപ്പ്. നാട്ടുകാർക്ക് പറയാം നിന്റെ പാപം ഏതൊക്കെയാണെന്ന്, എണ്ണി എണ്ണി പറയത്തക്കവണ്ണം ആത്മീക പാപ്പരത്വത്തിലാണ് ഇവരുടെ ജീവിതം. കാശുകൊണ്ടും വലിപ്പം കൊണ്ടൊന്നും ദൈവസന്നിധിയിൽ ഒരു പ്രയോജനമില്ല. ഓഫ് കോഴ്സ് പണത്തിന് അതിന്റെ പ്രയോജനമുണ്ട്, പക്ഷെ അതുകൊണ്ട് ദൈവമുൻപാകെ ഒരാൾ വലിയവനാകും എന്ന് ധരിക്കരുത്. നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന്. കമാൺ, ഇതല്ലേ ഏറ്റവും വലിയ തോൽവി. ദരിദ്രനായിട്ടും ദരിദ്രനാണെന്ന് അറിയത്തില്ല, വിശന്നിട്ട് ആഹാരം കഴിക്കണമെന്ന ബോധം ഇല്ല, തുണിയില്ലാതെ നടന്നിട്ടും നാണം തോന്നുന്നില്ല, കണ്ണ് കാണാനിട്ടും തനിക്ക് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടെന്നുള്ളത് തനിക്ക് അറിയില്ല. ഇതിൽ പരം ഒരു സെൽഫ് ഡിസപ്ഷൻ വേറെ എന്തുണ്ട്? സ്വയവഞ്ചനയല്ലേ ഇത്, അല്ലേ? ആഹാരം കഴിക്കാനില്ലാഞ്ഞിട്ടും പറയാണ് എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ടെന്ന്. ദൈവം വേണ്ട, ഒരുത്തനും വേണ്ടെന്ന്. ബേസിക് നെസസിറ്റീസ് അല്ലേ ഇവിടെ ഇല്ലാത്തത്? തുണിയില്ല, ആഹാരം ഇല്ല, ദരിദ്രനാണ്, കുരുടനാണെന്ന് പറഞ്ഞാൽ ബേസിക് നെസസിറ്റീസ് സ്പിരിച്വലി ഇല്ലാഞ്ഞിട്ട് പോലും തിരിച്ചറിയാൻ മേലാത്ത ഈ മനുഷ്യനെ കണ്ടിട്ട് ദൈവത്തിന് ഭയങ്കര വാക്കാണ് പറയാനുള്ളത്. സ്തോത്രം. അതാണ് അവരുടെ കണ്ടീഷൻ. സമ്പത്ത് വർദ്ധിച്ച ഇന്നത്തെ കാലത്താണ് ആത്മീയ പാപ്പരത്വം ഏറ്റവും കൂടിയത്. ഇത്രയും സമ്പത്തില്ലാത്ത കാലത്ത് ദൈവത്തെ വിളിക്കണമായിരുന്നു, ദൈവം വേണമായിരുന്നു, തന്റെ ആവശ്യങ്ങൾക്ക് ദൈവം വേണമായിരുന്നു. സമ്പത്തൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യന് പിന്നെ ദൈവത്തെ അന്വേഷിക്കാനുള്ള താല്പര്യം വളരെ കുറഞ്ഞു. സമ്പത്ത് നൽകിയ ദൈവത്തിന് വാസ്തവത്തിൽ 2 സ്തോത്രം കൂടുതൽ പറയേണ്ടതല്ലേ, അല്ലെ? പട്ടിണി മാറ്റി തന്ന ദൈവത്തിന് വലിയ സ്തോത്രം പറയേണ്ടതിന് പകരം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് കയറി വന്നാൽ ദൈവത്തിന് എങ്ങനെ ഇഷ്ടപ്പെടും? അപ്പൊ ഇതാണ് സഭയുടെ സ്ഥിതി. സഭയെ വരുന്നു ദൈവത്തെ വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന് സ്തോത്രം കൊടുക്കാൻ വരുന്നു. God doesn't want it. എന്നിട്ട് പറയുകയാണ് അറിയാതിരിക്കാൻ നീ പ്രബോധനം. എന്താണ് പ്രബോധനം? നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയും. പറയാണ് എന്നോട് വാങ്ങുന്നീ, നിനക്ക് കുറെ ആഹാരം വേണം, അത് എന്നോട് വിലയ്ക്ക് വാങ്ങ്. നിനക്ക് തുണി ഉടുക്കണം, നിന്റെ നഗ്നത അറിയണം, ജനം കണ്ടും വച്ച് നിന്റെ മോശം പറയരുത്. അത് പറയാതിരിക്കാൻ വെള്ളയുടുപ്പ് ഞാനാണ് തരുന്നത്. നിന്നെ ഉടുപ്പിക്കുന്ന പാപം മറയ്ക്കുന്ന നീതിയുടെ അങ്കി എന്ന ഒന്ന് ഞാൻ നിനക്ക് തരും. വേറെങ്ങും അത് കിട്ടില്ല, നിന്റെ കാശിന്റെ പൊങ്ങച്ചം കൊണ്ട് അത് കിട്ടില്ല. പക്ഷേ ഞാൻ നിനക്ക് തരും, അത് എന്നോട് വിലയ്ക്ക് വാങ്ങണം. നിന്റെ കണ്ണിൽ എഴുതാൻ ഒരു ലേപം, കണ്ണുകുരുടായി പോയില്ലേ, അതിന് പൂശാൻ ഒരു തൈലം ഉണ്ടെന്ന്, ഒരു കൺമഷി ഉണ്ടെന്ന്. സാധാരണ കൺമഷിയുടെ കാര്യമല്ല കേട്ടോ. അപ്പൊ കണ്ണിന് കാഴ്ച കിട്ടാൻ ദൈവത്തിന്റെ പക്കലൊരു മരുന്നുണ്ടെന്ന്, അത് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവസന്നിധിയിൽ വരുമ്പോ ഏത് മനുഷ്യനും ഈ ആഗ്രഹത്തോടെ വരണം, എനിക്ക് ദൈവത്തിൽ നിന്ന് വേണം. ആമേൻ. ഇന്ന് എന്നെ ദൈവം നോക്കുമ്പോ എങ്ങും ഒരു പാപം കാണാൻ ഇടയാവരുത്. I should be neatly dressed.
ലോകം എൻ്റെ ഒരു പോരായ്മ കാണുവാൻ ഇടയാകരുത്. പിശാച് എന്നെ നോക്കി നിന്നിൽ ഈ കുറ്റം ഉണ്ടെന്ന് വിളിച്ചു പറയുവാൻ ഒരു സംഗതി ഉണ്ടാവരുത്. ആര് നോക്കിയാലും അശുദ്ധിയില്ലാത്ത, പോരായ്മയില്ലാത്ത, വിശുദ്ധമായ ഒരു ജീവിതം എനിക്ക് വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആത്മാവ് അങ്ങനെ ഉടുപ്പിടിക്കുന്നു. ഹല്ലേലൂയ. കണ്ണിൽ ആത്മാവ് ലേപമെഴി, ദൈവം ലേപമെഴി തരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണേണ്ടിടത്ത് കാണാൻ, ആവശ്യങ്ങളെ കാണേണ്ടിടത്ത് കാണുവാൻ ആത്മാവ് കണ്ണു തുറന്നാൽ അപ്പോഴേ ദൈവിക യാഥാർത്ഥ്യം അറിയുള്ളൂ. ഓർമ്മയുണ്ടോ? യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായം ഭയങ്കര പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ തകർപ്പൻ പ്രവചനം. പ്രവചനത്തിന്റെ എല്ലാം കൂടെ ചുരുക്കം അറിയോ? ഇസ്രായേലിനോട് പറയാണ്, ഇസ്രായേലെ നീ മുഴുവൻ പാപം. പാപം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാപം. അടി മുതൽ മുടി വരെ പഴുത്ത് പുഴുത്തിരിക്കുകയാണ്. വ്രണം എല്ലാം കൂടെ പഴുത്തിരിക്കുകയാണ്. ചാടുകയാണ്. ആരും ഇതിനെ ആക്കിയിട്ടില്ല. ഒരു വക ഇതിന് ചെയ്തിട്ടില്ല. വന്നവര് ഇതാരും കാണാതിരിക്കാൻ ഇതിന്റെ മോളിൽ ബാൻഡേജ് ചുറ്റിയിട്ടേ ഉള്ളൂ. ആരും കാണണ്ട ഇങ്ങനെ ചാടുന്നു. എന്നിട്ട് ഈ ബാൻഡേജും ചുറ്റി അതിന്റെ മോളിൽ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുക. എന്നിട്ട് കഴുത നിന്നേക്കാൾ മെച്ചമാണ്, കാള നിന്നേക്കാൾ മെച്ചമാണ്. മൃഗത്തിന്റെ ബോധം പോലും നിനക്ക് ഇല്ല. ഞാൻ എന്റെ ഭാഷയിൽ പറയുന്നെങ്കിലും അങ്ങനല്ലേ പറഞ്ഞത്, ഇല്ലേ? കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അതായിരുന്നു ഇസ്രായേലിന്റെ അനുഭവം, സത്യമായിരുന്ന അനുഭവങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രവചനമെല്ലാം സത്യമാണ്. അങ്ങനെ 5 അധ്യായം പ്രവചിച്ചുകൊണ്ട് നടക്കുകയാണ്. 6-ാം അധ്യായത്തിൽ കണ്ണ് ദൈവം ഒന്ന് തുറന്നപ്പോഴോ, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, എനിക്ക് കഷ്ടം. അവർക്ക് മാത്രമല്ല കുഴപ്പം, ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ദൈവമേ, അങ്ങയെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവിടുത്തെ വിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഏതുമില്ല എന്നെനിക്ക് ബോധ്യമായി. വല്ലവരുമായി തുലനം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ അവരെക്കാൾ മെച്ചമാണെന്ന്. ഭൂമിയിൽ ഒരാളുമായിട്ടുമല്ല നിങ്ങളെ തുലനം ചെയ്യേണ്ടത്. തുലനം ചെയ്യേണ്ടത് ജഡമെടുത്ത് ഭൂമിയിൽ വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ്. അവനെ നോക്കിയിട്ട് പറയണം നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവന്റെ കാന്തയായിട്ടല്ലേ തീരേണ്ടത്, അല്ലേ? വേറൊരുത്തനുമായിട്ട് തുലനം ചെയ്തല്ലല്ലോ സ്വർഗത്തിലിരിക്കേണ്ടത്. ഈ കുഞ്ഞാടിന്റെ കാന്തയായിട്ടല്ലേ അവിടെ പോകേണ്ടത്. അപ്പൊ അവന് ചേരണ്ടേ? അവന് ചേരണമെങ്കിൽ അവനെ നോക്കി അവനുമായി താരതമ്യപ്പെടുത്തണം. അതിന് ദൈവം കണ്ണു തുറന്നാൽ ഏത് മനുഷ്യരെയും വാവിട്ട് നിലവിളിച്ച് പറയും, സോറി ദൈവമേ, ഞാൻ ഏതുമില്ല. അവോട് പറയാണ്, എന്നോട് ഇവ വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ദൈവത്തിൽ നിന്ന് ഒരു ശിക്ഷയൊന്നും വാങ്ങിക്കാതെ ചുമ്മാ പോകുന്ന കുറച്ച് ആളുകളുണ്ട്. സ്റ്റഡി ആയിട്ടൊരു പോക്കാണ്. പ്രശ്നങ്ങളുണ്ടേ, ഒരു പ്രശ്നമില്ല, എല്ലാം റെഡി. സംഗതി അപകടത്തിലാണ്. ഒന്ന് ശ്രദ്ധിക്കണം. എന്താ വചനം പറയുന്നത്? എനിക്ക് പ്രിയമുള്ളവനെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഒരു തെറ്റ് ചെയ്താൽ ഉടൻ ശാസിക്കും. നമ്മൾ വീട്ടിൽ നമ്മുടെ പിള്ളേരെ തല്ലില്ലേ? ഇല്ലേ? ഹലോ, തല്ലില്ലേ? തല്ലണം, തല്ലുന്നില്ലെങ്കിൽ. ഓക്കെ, എന്നാലേ പിള്ളേർ നേരെ പോവുള്ളൂ. ദൈവവും ശാസിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. പിന്നെ ചിലർ ദൈവം ശിക്ഷിക്കത്തില്ല. അത് ശിക്ഷിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ ചിലതിനെ ശാസിച്ചിട്ടും ശിക്ഷിച്ചിട്ടും ഗുണമില്ല. അതുകൊണ്ട് ദൈവം കൈയെടുത്ത് മാറ്റിയിരിക്കുക. നിന്റെ വഴിക്ക് പോയിക്കോ. അല്ല, അങ്ങോട്ട് പോകുമ്പോ പിടിച്ചിങ്ങോട്ട് നിർത്തിയും വെച്ച് പാഠമൊന്നും പഠിപ്പിക്കുന്നില്ല. ആദ്യം ഇച്ചിരൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞാൽ കേൾക്കാതെ വന്നപ്പോ നാട്ടിലൊരു ചൊല്ലില്ലേ, തല്ലിയതിലെ പോകത്തില്ലെങ്കിൽ പോയതിലെ അടിക്കുമെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ദൈവത്തിനൊരു പണിയുണ്ട്. പോയാലേ ഒരടി അടിക്കും. അത് ഭയങ്കര കുഴപ്പമാണ്. അത് പിന്നെ പളാളത്തിൽ പോയേ വീഴത്തുള്ളൂ, ഇടയ്ക്ക് വെച്ച് വീഴത്തില്ല. അവരിങ്ങനെ കുഴപ്പമൊന്നുമില്ല, തകരാറില്ല, അതിങ്ങനെ കുറെ നാള് ജീവിക്കും. സങ്കീർത്തനക്കാരന് ഇതൊരു ഇഷ്യൂ ആയിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു.
കാരണം അവനെ കൊണ്ട് ജീവിക്കുമ്പോൾ നല്ല മുഴുത്ത കണ്ണ്, കൊടവയറ്, ഒരു കുഴപ്പമില്ല, എന്തൊരു സുഖം. സങ്കീർത്തനക്കാരൻ പറയാൻ, ഞാൻ ദൈവത്തെ സേവിക്കാൻ പോയിട്ട് ഇങ്ങനെ ബാധിക്കപ്പെട്ട് ബുദ്ധിമുട്ട്, ഞെരുക്കം, ഇതെന്താ ദൈവമേ ഈ ഇടപാട്? ഞാൻ നിന്നെ സേവിച്ചിട്ട് ഇതെല്ലാം അവൻ തേണ്ട കണ്ണും തൊള്ളി ഇങ്ങനെ മിഴിച്ചു നടക്കുന്നു. അപ്പോ അവസാനം രഹസ്യം വെളിപ്പെട്ട് ദേവാലയത്തിൽ ചെന്നപ്പോഴാണ് കാര്യം പറയുന്നത്, ദൈവമേ ഇപ്പൊ തിരിഞ്ഞു, എന്ത് സംഭവിക്കുന്നു? അവൻ നല്ല പാറപ്പുറത്തേക്കാണ്, പാറപ്പുറത്ത് പായലുള്ള പാറപ്പുറത്തേക്കാണ്, തടിയൻ, മൂട്ടം തടിയൻ പായലുള്ള പാറപ്പുറത്തേക്കാണ്. എന്ത് സംഭവിക്കും? ഏത് നിമിഷവും വീഴാം. അത് നീ തടിയൻ വീണാൽ പിന്നത്തെ സ്ഥിതി ഒന്ന് പറയണോ? ഞങ്ങളുടെ മെലിഞ്ഞവനാണോ? ഇവന് എഴുന്നേക്കാൻ പറ്റുമോ? അത്ര വീഴ്ച വീഴും. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ അവനെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഇവന്റെ അവസാനം എവിടെയാണ്? അങ്ങ് പാതാളത്തിലാണ്. പക്ഷേ നീ അവനെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. പക്ഷേ ഞാനോ ഉണരും, നീതിയിൽ നിന്റെ മുഖത്തെ ഞാൻ കാണും. എന്നാ ദൈവത്തിൽ നിന്ന് ബാലശിക്ഷ പ്രാപിക്കുന്നത് ഒരാവശ്യമായ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ദൈവം പിടിച്ചൊരു തല്ല് തരുന്നത് നല്ലതാണ്. ചുമ്മാ നടക്കുമ്പോഴല്ല തല്ലുന്നത്. എവിടെങ്കിലും ഒരു ദൈവത്തിന്റെ ആളുകൾ ഒരു ചെറിയ കാര്യത്തിൽ വീഴ്ച വരുത്താൻ ദൈവം സമ്മതിക്കില്ല. ഇഷ്ടമല്ല ദൈവത്തിന്, മേജർ കാര്യത്തിനല്ലെന്നേ. ഈവൻ അരുതാത്തൊരു വാക്ക് പറഞ്ഞാൽ, ദൈവത്തോട് ഭയങ്കര അടുത്ത ആളുകൾ അരുതാത്തൊറ്റ വാക്ക് പറഞ്ഞാൽ ദൈവം പിടിക്കും. അപ്പൊ ഒട്ടനെ തിരുത്തിക്കോളും. ആറ്റിറ്റ്യൂഡ് ഒന്ന് തെറ്റിപ്പോയാൽ ഒട്ടൻ ആത്മാവ് പിടിക്കും. എവിടെങ്കിലും ഒരു കുഴപ്പം വരും. അപ്പൊ അവരാലോചിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഉടനെ അവർ തിരുത്തും. അതാണ് വേണ്ടത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാണ് വലിയ വാക്ക്, മാനസാന്തരപ്പെടുക. ഏറെക്കുറെ എല്ലാ സഭയോടും പറയുന്ന വാക്കാണ് മാനസാന്തരപ്പെടുക. ചിലർ വിചാരിക്കുന്നത് ആയുസ്സിൽ ഒരിക്കൽ മാനസാന്തരപ്പെടാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ മാത്രം കൈപോക്കണം. അല്ലാതെ ഒരു യോഗത്തിലും മാനസാന്തരം ഒന്നും പറഞ്ഞൊരു കാര്യം ഇല്ല. അല്ലെന്നേ, ജീവിതത്തിൽ ദിവസവും മാനസാന്തരമുണ്ട്. എന്താണ് മാനസാന്തരം? വന്ന തെറ്റുകളെ തിരുത്തുക, മനോഭാവങ്ങളെ തിരുത്തുക, ജീവിത രീതികളെ തിരുത്തുക. ആകയാൽ മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഇതാണ് പരിഹാര മാർഗം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ബാക്കി ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും. എല്ലാം സിംഗുലർ, ഒറ്റ പ്ലൂറൽ ഇല്ല അവിടെ. കണ്ടില്ലേ? എല്ലാം സിംഗുലർ അല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ? എല്ലാം സിംഗുലറാണ്. ആത്മീയ ജീവിതത്തിന്റെ തീരുമാനം കോർപ്പറേറ്റ് അല്ല, ഒന്നിച്ചെടുക്കുന്ന തീരുമാനമല്ല. ഇറ്റ്സ് ഓൾ ഇൻഡിവിജ്വൽ, വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ പോരായ്മയ്ക്ക് നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ പഴിയാറില്ലേ? ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ സ്വഭാവം അതല്ലേ അല്ലേ? ആദാമിനോട് ചോദിച്ചോ പറഞ്ഞു അവളാണ്, അവളോട് ചോദിച്ചോ പറഞ്ഞു പാമ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന ജോലിയാണ്, സ്വഭാവമാണ് മനുഷ്യന് മുഴുവൻ. ആരും തന്റെ കുറ്റം ഏറ്റെടുക്കാൻ ഭൂമിയിൽ സാധാരണ തയ്യാറാവില്ല. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആത്മജീവിതത്തിന് തടസ്സം നിങ്ങൾക്ക് വേറൊരാളല്ല. ആത്മജീവിതത്തിന് തടസ്സം നിങ്ങൾ തന്നെയാണ്. വേറെ ഒരാളെ കൂട്ടുണ്ടെങ്കിലേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂ എന്നുണ്ടോ? രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം കേൾക്കൂ, അങ്ങനുണ്ടോ? ഓഫ് കോഴ്സ് രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പവറുണ്ട്, അതിന്റെ റിസൾട്ട് ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. വേറെ ആർക്കും ആത്മാവിനെ വേണ്ട, എനിക്ക് ഒരാൾക്ക് മാത്രം ആത്മാവിനെ മതി എന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ദൈവം അയച്ചു തരില്ലേ? ദൈവം പറയാണ് എല്ലാവർക്കും കൂടെ പലർക്കും കൂടെ ഉണ്ടെങ്കിലേ ഒക്കുള്ളൂ, അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയുള്ള പരിപാടി ഇവിടെ പറ്റില്ല എന്ന് പറയത്തക്കോണം ദൈവം തിരക്കാണോ? അല്ലല്ലോ. ഏത് വ്യക്തി ദൈവത്തെ കാത്തിരിക്കുന്നുവോ ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അവന്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഒരു കൂട്ടത്തിൽ ഒരു സഭയിൽ ഒറ്റ ഒരാൾക്കാണ് ആത്മാവിന്റെ നിയോഗമുണ്ടായി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ പ്രേരണയുണ്ടായതെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോണം.
ദർശനങ്ങൾ പങ്കിടാവുന്നവരുമായിട്ട് പങ്കിട്ടുകൊള്ളണം. അവരെ കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊള്ളണം. പക്ഷെ ഇനി ഒരാളുമില്ലെങ്കിലും ഏലിയാവ് നിന്നതുപോലെ നിന്ന് വിളിച്ചു പറയണം, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും ഞാൻ നിൽക്കും. ഏലിയാവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജാവെതിരാണ്, രാജ്ഞിയെതിരാണ്. അവന്റെ കൂടെ നിൽക്കാൻ ആത്മീയത ഒറ്റ ഒരെണ്ണം രംഗത്തില്ല. ഉണ്ട്, പക്ഷേ അത് ഏലിയാവിന് അറിയില്ല. ഉള്ളവരെ ഒളിച്ചിരിക്കുകയാണ്. ഒരാൾക്കും പരസ്യമായി രംഗത്ത് വരാൻ ധൈര്യമില്ല. ഇവൻ ഒറ്റ ഒരുത്തനെ ഉള്ളെങ്കിലും തന്റെ ഇടമായി രാജാവിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. ഇനിയും അവനെ കൊല്ലാൻ നടന്ന കാലത്തൊടുവിൽ അവൻ ചെന്ന് പറയുകയാണ്, ഒരു പ്രവാചകനോട്, ഒരു ദാസനോട് പറയാണ്, നീ എന്ന് പറഞ്ഞാല് ഏലിയാവ് വന്നിങ്ങനൊക്കെ പറഞ്ഞെന്ന്. അപ്പൊ അവന് പേടി. അവൻ പറയുന്നു, ഞാൻ പോയി പറയും, നീ ഒരിടത്തിരിക്കും, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എടുത്ത് വേറൊരിടത്ത് കൊണ്ടുപോകും, അവസാനം എന്നെ കൊല്ലും. അപ്പൊ അവൻ പറയാണ്, ഇല്ല, ഇന്ന് ഞാൻ ആഹാബിന് എന്നെ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഇന്നത്തെ തലമുറയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുണ്ടെന്നറിയാമോ? ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്തിന് ദൈവത്തിന് സകല ജഡത്തിന്റെ മേലെ വേണ്ടി ആത്മാവിനെ അയക്കണം. ഇതിങ്ങനെ മയങ്ങിയും ഉറങ്ങിയും തീരാനുള്ള കാലമല്ല. ഇതിനകത്ത് ആത്മപ്രവൃത്തി വരണം. ആത്മപ്രവൃത്തി വരണമെന്ന് വിശ്വസിക്കുന്നവൻ ഒരാളെ ഉള്ളോ, ഉറക്ക വിളിച്ചു പറയണം, ആത്മപ്രവൃത്തി വരും. രണ്ടുപേരെ കൂട്ടിന് കിട്ടുമോ അവരുടെ കൂടെ വിളിച്ചു പറയണം, ആത്മപ്രവൃത്തി വരുന്നു. ആര് പരിഹസിച്ചാലും നോക്കി നിൽക്കാതെ, പേടിച്ചു നിൽക്കാതെ ഉറക്ക വിളിച്ചു പറയണം, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കാൻ പോകുന്നു. ആത്മ വെളിപ്പാടിന്റെ മുൻപാകെ ആരെയും നോക്കി നിൽക്കാതെ വേണം ഓരോരുത്തൻ എന്റെ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രിയും ഇതിനകത്തും വ്യക്തിപരമായി തീരുമാനമെടുക്കണം. ആത്മലോകത്തിന്റെ മുഴുവൻ തീരുമാനവും വ്യക്തിപരം തന്നെ. കുടുംബം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിയാൻ പറ്റില്ല. ഈവൻ ഭർത്താവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവമുൻപാകെ ഒഴിയാൻ ഒരു സ്ത്രീക്ക് വ്യവസ്ഥിതിയില്ല. ആത്മകാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കണം. പക്ഷെ ആത്മലോകത്ത് സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ ഭർത്താവ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതാണ് വാക്തത്വം. എന്തൊരു ഭയങ്കര വാക്തത്വം. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ 4-ാം അധ്യായം പറഞ്ഞതാണ്, എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. പക്ഷേ രാജകീയ അധികാരം ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കാനുണ്ടെന്ന്. ജയിക്കുന്നവന്. എന്തിനെ ജയിക്കുന്നവന്? ഈ മരവിപ്പിനെ ജയിക്കുന്നവന്, ഈ ആത്മീയ നിഷ്ക്രിയത്വത്തെ ജയിക്കുന്നവന്, ഹൃദയത്തിൽ ആത്മസ്പർശനയില്ലാത്ത, ചലനയില്ലാത്ത ആ സ്ഥിതിയെ ജയിക്കുന്നവന്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പോണം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എപ്പോ എനിക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പോകാൻ പറ്റും, എപ്പോഴൊന്ന് സ്തുതിക്കാൻ പറ്റും, എനിക്ക് എപ്പോ ഒന്ന് ആരാധിക്കാൻ പറ്റും, അത്രയ്ക്ക് തിടുക്കത്തിൽ വേണം ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കാൻ. ഇനി ഈ വാക്കിന്റെ അർത്ഥം, ലഫുദിക്കുന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് ലൈക്ക് ദ പീപ്പിൾ എന്നാണ്. ലവോഡീഷ്യ, ലാവോസ് എന്നാണ് അതിന്റെ ഒരു, ലാവോസ് ഇസ് പീപ്പിൾ. അപ്പൊ ലൈക്ക് ദ പീപ്പിൾ, ആ ജനം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നാട് പോലെ തന്നെ അവരുടെ സ്വഭാവങ്ങൾ പറഞ്ഞില്ലേ. നാടിനനുസരിച്ചല്ല ജീവിക്കേണ്ടത്, സ്വർഗനാടിനനുസരിച്ച് ജീവിക്കണം. ഇവിടെ നിന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടണം, കൂട്ടുകാരില്ലെങ്കിൽ വേഗം നമുക്ക് മുമ്പ് ഓടിപ്പോയ വേറെ ആളുകളുണ്ട്, അവരെ നോക്കി മുമ്പോട്ട് ഓടണം. അപ്പം നമ്മൾ 7 സഭകളുടെ കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ സഭ എഫെസോസ് സഭ. കുറെ ഗുണമുണ്ട്, പക്ഷെ എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം അവരെ കുറിച്ച് ഉണ്ട്. കഷ്ടതയാണ് അവരുടെ ജീവിതത്തിന്റെ സ്വഭാവം. പക്ഷേ അതിന്റെ നടുവിലാണ് അവർ ജീവിച്ചത്. അവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം കഷ്ടങ്ങളുടെയും ശോധനയുടെയും നടുവിൽ അവരുടെ ജീവിതം വളരെ ഷാർപ്പൻഡായി, ശുദ്ധമായി ദൈവത്തെ സേവിച്ചു വന്നു. ആ വാക്കിന്റെ അർത്ഥം തന്നെ, സ്മുർണ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മൂര് എന്നാണ്. അതൊരു സുഗന്ധദ്രവ്യമാണ്. ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങൾ മിക്കതും അതിന്റെ മണം വരണമെങ്കിൽ ചുമ്മാ എടുത്തു വെച്ചാൽ മണം വരില്ല. പിന്നെ
പുകയ്ക്കണം എന്ന് പറഞ്ഞാൽ തീക്കകത്തിടണം. അപ്പൊ അതിനകത്ത് പുക വരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തീക്കകത്തിട്ടില്ലെങ്കിൽ കൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. ഇതാണ് കഷ്ടതയുടെ ഗുണം. കഷ്ടതയ്ക്കകത്ത് ഇവരെ എടുത്തിട്ടാൽ അപ്പോഴങ്ങോട്ടും മണം തുടങ്ങും. അവരുടെ ഗുണം മണം. എന്തൊരു മണം! പൗലോസപ്പോസ്തലൻ 2 കൊരിന്ത്യർ 2:15-14 മുതലുള്ള വാക്യങ്ങളിൽ പറയും, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ അയ്യോ ഞങ്ങളെ മണക്കും. ഞങ്ങളെ എങ്ങോട്ട് എന്നാലും ഞങ്ങളെ മണക്കും. പക്ഷെ ഞങ്ങളെ അല്ല മണക്കുന്നത്, പിന്നെ ക്രിസ്തുവിനെ മണക്കും. ക്രിസ്തു കയറി ഇതിനകത്തങ്ങ് നിറച്ചിരിക്കുകയാണ്. എങ്ങോട്ട് എന്നാലും മണമാണ്. പൗലോസപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോയാലും മണമാണ്. കാരണം ഇതിനകം മുഴുവൻ ക്രിസ്തുവിനെ കൊണ്ടങ്ങ് നിറച്ചിരിക്കുകയാണ്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ക്രിസ്തു നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എങ്ങോട്ട് ചെന്നാലും രക്ഷിക്കപ്പെടുന്നവരുടെ ചെന്നാൽ നല്ല മണം, നശിക്കുന്നവരുടെ പാപികളുടെ ചെന്നാലും അവർക്കും മണം. അവരും മഴയാണ്, അയ്യടാ അതെന്തൊരു മണം, കണ്ടിട്ടില്ലാത്തൊരു മണം. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവർക്കുണ്ടായിരുന്നത്. മൂന്നാമത്തെ കൂട്ടരേതായിരുന്നു? പെർഗമോസ്. അവർക്കുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ, ഉപദേശ പ്രശ്നമായിരുന്നു. അവർക്ക് ബേസിക് ഉപദേശ പ്രശ്നമാണ്. കുറെ പേർക്ക് ഈ ഉപദേശം ഒന്നും പറയുന്നത് ഇഷ്ടമല്ല. എന്തോന്ന് ഉപദേശം? നമുക്കൊരു സൊസൈറ്റി, ഒരു സമൂഹം, അങ്ങനെ ഉപദേശമൊക്കെ പറഞ്ഞാൽ നമ്മളെ ആളുകൾ നമുക്ക് പല ഡിവിഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഉപദേശത്തെ കുറിച്ചൊന്നും പറയണ്ട, നമുക്കൊരു കോമൺ ഗ്രൗണ്ട് മതി. ഇന്നത്തെ ആളുകളുടെ ചിന്തയാണ് കോമൺ ഗ്രൗണ്ട് മതി. പക്ഷെ യേശുക്രിസ്തുവിന് ഉപദേശം നിർബന്ധമാണ്. അതല്ലേ അവിടെ പറഞ്ഞ ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്ക് ഉണ്ടെന്നേ. ദൈവത്തിന്റെ രാജ്യത്തിന് കൃത്യ ഉപദേശമുണ്ട്, കൃത്യ ഉപദേശമുണ്ട്. അത് വിട്ട് ജീവിക്കാൻ ദൈവം ഒരു കാരണവശാലും സമ്മതിക്കില്ല. തന്നെയല്ല, ആ വാക്കിന്റെ അർത്ഥമാണെങ്കിൽ thoroughly married എന്നാണ്. thoroughly married. പെർഗമോസ് ആ വാക്കിന്റെ അർത്ഥം thoroughly married. നല്ലവണ്ണം കല്യാണം കഴിച്ചെന്ന് ഉറപ്പിച്ച് കല്യാണം കഴിച്ചു. പക്ഷേ നമുക്ക് കല്യാണം കഴിക്കാൻ നേരമായില്ല. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കല്യാണം വന്നിട്ടില്ല, കല്യാണം വരുന്നേ ഉള്ളൂ. ഇവരതിന് മുമ്പ് കെട്ടിക്കളഞ്ഞു. അപ്പൊ ഈ ചെറുക്കനെ കെട്ടാൻ പറ്റില്ല. കെട്ടിയത് വേറെ ചെറുക്കനെയാ. കെട്ടിയത് ലോകത്തെ കെട്ടി. ലോകത്തെ കെട്ടിയപ്പോഴത്തേക്കെല്ലാം തെറ്റി. അങ്ങനല്ലേ പെർഗമോസിന് സംഭവിച്ചത്? അത് കഴിഞ്ഞപ്പോ അടുത്ത സഭ തുയഥൈരയായിരുന്നു. അതാ ജീവിതത്തിന്റെ ശൈലിയായിട്ടങ്ങ് മാറി. ഉപദേശം സൂക്ഷിച്ചില്ലെങ്കിൽ ഉപദേശം ജീവിതത്തിലേക്ക് ഇറങ്ങും. വഴിപഴച്ച് ഉപദേശം വന്നാൽ ജീവിതം തെറ്റും. അതാണ് പെർഗമോസിൽ സംഭവിച്ചത്. ജീവിതമില്ലാതായി ഭയങ്കര പാപമായപ്പോ കഠിനമായിട്ട് പറയാണ്, നിന്നെ ഞാൻ കിടപ്പിലാക്കി കളയും, നിന്റെ മക്കളെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ ന്യായം വിധിക്കുമെന്ന് കർശന വാക്ക് പറയേണ്ടി വന്നു. ജീവിതം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓരോ ദിവസത്തെയും ഓരോ സെക്കൻഡിലെയും ജീവിതം ദൈവപൈതലിന് പ്രധാനപ്പെട്ടതാണ്, സ്വർഗത്തിന് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നോക്കുന്നത് ഓരോ നിമിഷവും ലോകം ശ്രദ്ധിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ അപവാദി ഒരുത്തൻ, പിശാചൊരുത്തനുണ്ട്. അവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുകയാണ് നിങ്ങളൊരു തെറ്റ് കണ്ടുപിടിക്കാനും നിങ്ങളെ തെറ്റിൽ വീഴ്പ്പെടുത്താനും. അതുകൊണ്ട് ജീവിതം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അടുത്ത് അവർക്ക് കൊടുക്കാനുള്ള ജീവന്റെ സമൃദ്ധിയാണ് അവർക്ക് വേണ്ടി. അവർക്ക് ഇല്ലായിരുന്നു ജീവൻ, ആത്മപ്രവൃത്തി അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ സഭയിൽ വന്നിട്ട് ആത്മപ്രവൃത്തി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഇന്നും ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന്റെ 7 ആത്മാവ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമൃദ്ധിയുടെ ഒരു ആത്മപ്രവൃത്തിയുടെ കാലം വരുന്നു. ഞങ്ങൾ കുറച്ചു നാളായിട്ട് ഈ രാജ്യത്ത് കുറച്ചൊന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാണുന്നത് ഈ രാജ്യത്ത് വളരെ ശക്തമായിട്ട് ആത്മപ്രവൃത്തി നടക്കുന്നു. ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അതിശയകരമായി ജനം ഈ രാജ്യത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. സ്തോത്രം. കേരളത്തിൽ നിങ്ങളുടെ കണ്ണധികം കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, ഈ രാജ്യം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കൂ. ഈ രാജ്യത്ത് ദൈവത്തിന് പറയാനുള്ളത്, ഈ രാജ്യത്തെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ഒരു വലിയ ആത്മപ്രവൃത്തി വരും. കുറെ കാലങ്ങൾക്ക് മുമ്പ് ആത്മാവിനോട് പറഞ്ഞൊരു ശബ്ദം ഞാൻ പറയാം. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ നിന്ന് കുറെ വെളിപ്പാടുകൾ തന്നു. കുറെ കാലം എടുത്ത്, പെട്ടെന്നല്ല, ഒരു 3 വർഷം എടുത്തു. അങ്ങനെ ഇരുന്ന് പഠിപ്പിച്ച് കുറെ വെളിപ്പാടുകൾ, സെറ്റ് ഓഫ് റെവലേഷൻസ്, എല്ലാം വചനത്തിൽ നിന്ന്, ദർശനങ്ങളല്ല, വചനത്തിൽ നിന്നുള്ള കുറെ വെളിപ്പാടുകൾ. അങ്ങനെ ആ വെളിപ്പാടുകൾ വലിയ ആത്മപ്രവൃത്തിയെ കുറിച്ചുള്ള വെളിപ്പാടാണ്.
അങ്ങനെ ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചു കാണും. ഞാൻ പ്രസംഗിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് കേട്ടവർക്കറിയാം. അവരാരും എന്നെ കുറിച്ചൊന്നും പറയില്ല. കാരണം എനിക്ക് സൗണ്ട് ഡോക്ട്രിൻ, വളരെ പൂർവികമായ ഉപദേശങ്ങൾ, ചെറുക്കാൻ മേലാത്ത തരത്തിൽ വചനം ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എങ്കിലും ഇങ്ങനെ സ്ഥിതി തന്നത് ചെറിയ മനപ്രയാസം തോന്നി. അങ്ങനെ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് കിടന്നുറങ്ങുക. അപ്പോൾ ഒരു ഭയങ്കര ശബ്ദം എൻ്റെ മുറിയിൽ, ഭയങ്കര ശബ്ദം. ഉറക്കം വന്ന് വിളിച്ചു പറയുകയാണ്, തടുക്കരുതെന്ന് തെക്കിനോട് ഞാൻ കൽപ്പിക്കും. സ്തോത്രം. കേൾക്കുന്നത് ശബ്ദമാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആത്മാവ് ബോധ്യമാക്കി തന്നു. ഞാൻ ഈ ഇന്ത്യയുടെ ഓണർ പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ തെക്കിനോട്, തെക്ക് ഈ കേരളം തുടങ്ങിയ സ്ഥലമല്ലേ, കേരളത്തിലെ ദുർഭൂതത്തോട് ദൈവം പറയുമെന്ന് ഇതിനെ തടുക്കരുതെന്ന്. സന്തോഷമായി. അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക്, വിട്ടു തരിക എന്ന് വടക്കിനോട് ഞാൻ കൽപ്പിക്കും. അപ്പൊ ആത്മാവ് എനിക്ക് പെട്ടെന്ന് ബോധ്യമാക്കി തന്നു, വടക്കൻ രാജ്യത്തെ, അതായത് വടക്കേ ഇന്ത്യയിലെ ഇരുട്ടിന്റെ പ്രഭുവിനോട് ദൈവം കൽപ്പിക്കുമെന്ന് വിട്ടുതരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? മിസ്രൈമിൽ ഫറവോനോട് പറഞ്ഞില്ലേ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അതാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പൊ ഈ ശബ്ദം ഞാൻ കേട്ടു. അന്ന് എനിക്കറിയില്ല ഇത് വേദപുസ്തകത്തിലെ ഒരു വാക്യമാണെന്ന്. ശബ്ദം കേട്ടു, ദൈവവചനമായിട്ട് ഞാൻ എടുത്തു, സ്തോത്രം ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ 2 ദിവസത്തെ മനോഭാരമൊക്കെ മാറി ഞാൻ അങ്ങോട്ട് തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് പുസ്തകം തിരിച്ചു നോക്കിയപ്പോഴേ യെശയ്യാപ്രവചനത്തിൽ എഴുതിയിട്ടിരിക്കുന്ന വാക്യമാണിത്. 43. പക്ഷെ ഓർഡർ ഒന്ന് തിരിച്ചായി എന്നോട് പറഞ്ഞത്. ഓർഡർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വടക്കിനോട് വിട്ടുതരിക എന്ന്, തെക്കിനോട് തടഞ്ഞു വെക്കരുത് ഞാൻ കൽപ്പിക്കുന്നതാണ് വാക്യം. എന്നോട് എന്റെ പെർട്ടിക്കുലർ സാഹചര്യത്തിൽ പറഞ്ഞു, തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്നും വടക്കിനോട് വിട്ടുതരിക എന്ന് ഞാൻ കൽപ്പിക്കുമെന്ന്. ഞങ്ങൾ അങ്ങോട്ട് സഞ്ചരിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത്, അനേക വർഷം തെക്കിനോട് തടുത്തു വെക്കരുതെന്നും വടക്കിനോട് വിട്ടുതരിക, തരിക തരിക ഗിവൻ എന്ന് കൽപ്പിക്കും. യെശയ്യാപ്രവചനം 43:6. ഈ വാക്യം പിന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. UP-യിൽ ഒരു ദിവസം ഞങ്ങളൊരു യോഗത്തിന് പോയി. സഭായോഗത്തിന് കൂടി വന്നത് ഒരു 35,000 ആളുകൾ. ഒരു ഓപ്പൺ സ്പേസ്, റൂഫില്ല, കുറച്ച് ഭാഗത്ത് മേക്കൂരയിടും, വെറും വെള്ള തുണി ഇട്ടൊരു പന്തലിടും, ബാക്കി ഭാഗത്തില്ല. ഇത്രയും പേർക്ക് ഇടാൻ പറ്റില്ല. ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യമാണ്. ഒരു 35,000 പീപ്പിൾ UP-യിൽ ഒരു സഭായോഗത്തിന്. മനുഷ്യനെ വിട്ടുകൊടുക്കൂ എന്ന് ഉത്തരദേശത്തെ പ്രഭുവിനോട് അത്യുന്നതത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി. മനുഷ്യന്റെ ശബ്ദമല്ലത്, ദൈവം വിളിച്ചു പറഞ്ഞു, വിട്ടയക്കൂ. പിന്നെ ഫറവോന് പിടിച്ചു വെച്ചേക്കാൻ പറ്റില്ല. ഫറവോന്റെ പിടി അയഞ്ഞു, അവന്റെ ശക്തി നിർവീര്യമായി. നിങ്ങൾക്കറിയാമോ, ഇന്ന് വടക്കേ ഇന്ത്യയിൽ എവിടെയും ചെന്ന് നോക്കൂ, സുവിശേഷത്തിന് ദേശം തുറന്നിരിക്കുകയാണ്. അതെന്നെ തുറന്നിരിക്കുകയാണ്. സ്വീകരിക്കാൻ ജനം തയ്യാറാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം ദേശത്തെ തുറന്നു. ദൈവത്തിന് ആത്മപ്രവൃത്തി വരുത്തണം. ഈ കാലത്ത് ഈ തലമുറയിൽ ദൈവത്തിന് ആത്മപ്രവൃത്തി വരണം. ദൈവം പറയാണ്, തെക്കിനോട് നീ തടഞ്ഞു വെക്കാൻ പാടില്ല. ആത്മീയ പാരമ്പര്യവും പറഞ്ഞു വെച്ച് നിനക്കിതിനെ പിടിച്ചു വെച്ചേക്കാനുള്ളതല്ല. ഇവിടെയും ദൈവത്തിന് ജനമുണ്ട്. ആത്മീയ പരിചയവും പറഞ്ഞ് മരവിച്ച് ഉണങ്ങിയിരിക്കുന്ന സഭകളോട് ദൈവത്തിന് പറയാനുള്ളത്, തടഞ്ഞു വെക്കാൻ പാടില്ല. നിന്റെ പിടിക്കിത് നിൽക്കില്ല. ദൈവത്തിന്റെ ജനം ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കും. ഇതിനകത്തൊരു കൂട്ടം എഴുന്നേറ്റ് വരും. ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വെളിപ്പാടുണ്ടാവും. തലമുറകളോട് ഇന്നും വിളിച്ചു പറയുന്നു, ഈ കേരളത്തോട് ദൈവത്തിന് വിളിച്ചു പറയാനുള്ളത്, ആത്മപ്രവൃത്തി വരുന്നു. യേശു തന്റെ സഭയെ ചേർക്കാൻ വരാൻ പോകുന്നു. ഇവരുടെ കാലം അവസാനിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഒരു വലിയ സംഘം ഒരുക്കപ്പെട്ട് തയ്യാറാവണം. ആമേൻ. ഇവിടുത്തെ കാലം കഴിയും. ഇവിടുത്തെ കാലം കഴിഞ്ഞ് നാം പോവും. വർത്തമാന കാലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സഭയിൽ ഇന്നുള്ള സ്ഥിതികൾ, അതിന്റെ നന്മ, അതിന്റെ ദോഷങ്ങൾ, തിരുത്തേണ്ട വിധം, ജയിച്ചാലുള്ള വാക്തത്വം, ഇവയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു.
ഈ സഭ എന്നും ഇവിടെ പാർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഈ സഭയ്ക്ക് വേറൊരു വീടുണ്ട്. അങ്ങനെയാണ് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഓൾ റൈറ്റ്, അങ്ങനെ ഇടമുണ്ട്. എന്നതന്നെയല്ല നമ്മൾ പറഞ്ഞു വന്ന ഭാഷ അനുസരിച്ച് 2 കൊരിന്ത്യർ 11:2 നമ്മൾ എന്താ വായിച്ചത്? ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി വിവാഹം നടക്കണം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. നമ്മൾ 4-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ഇടക്കാലത്തുള്ള ഈ കാലത്തെ പഠനമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് 6-ാം അധ്യായം മുതൽ കുറെ ബാധകൾ വന്നില്ലേ? 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശങ്ങൾ. അപ്പൊ ഏതാണ്ട് 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ ഈ ക്രോധകലശമാണ് പറയുന്നത്. 17, 18 കൂടി അതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളുടെ പഠനം നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ. എന്നാൽ ഈ സഭയ്ക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിനകത്തെ കാര്യങ്ങൾ. ഇന്ന് പകൽ നമ്മൾ നോക്കിയത് ഇസ്രായേലിന്, യഹൂദന് എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കിയത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഒരധ്യായം കൂടി എടുത്തിട്ട് വേണം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ. അത് നമ്മൾ പിന്നെ ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞു വന്ന ഇത്രയും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും മഹത്വമുള്ള ഈ പ്രോഗ്രാം, ഇത് ലോകത്തിലെ മുഴുവൻ മഹത്വമാണ്. പണ്ടത്തെ ജനത്തിന് ദൈവം ഇത് വെളിപ്പെടുത്തി പോലും കൊടുത്തിരുന്നില്ല. പഴയ നിയമക്കാർക്ക് സഭയെന്നൊരു കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. യേശു വളരെ വ്യക്തമായിട്ട് ക്രൂശീകരണത്തിന് തൊട്ടുമുമ്പ് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പൊ അതിന്റെ ഭാവി എന്താണ്? അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം. ലോകം മുഴുവൻ അതിനുവേണ്ടിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. 19-ാം അധ്യായം വായിച്ചതിന് ബാക്കി വായിച്ചുകൊണ്ടാണ്. ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അത് ഈ 18-ാം അധ്യായം വരെ സംഭവിച്ച കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു ഡിക്ലറേഷൻ അവിടെ നടത്തുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ജയ ആഘോഷം നടത്തുകയാണ്. തൽക്കാലം അത് നോക്കണ്ട, അത് പിന്നെ പറയാം. ഗോഹൻ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അവരെ ന്യായം വിധിച്ചതിന്റെ പുക. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ. അതേ 4-ാം അധ്യായത്തിൽ കണ്ട ആ സ്റ്റേജില്ലേ, അത് തന്നെയല്ലേ അവിടെ തുടരുന്നത്. 4 ജീവികൾ, കുഞ്ഞാട്, സിംഹാസനം. ഓക്കെ. ബാക്കി നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവരെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, തകർത്ത ഇടിമുഴക്കം പോലെയും. ഓ കമോൺ, എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങോട്ട് പറയുകയാണ്. ഞാൻ കേട്ടത് ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. ഒരു വിളംബരം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു ഭയങ്കര ശബ്ദത്തിൽ. കണ്ടില്ലേ എന്തെല്ലാം കാര്യങ്ങളോട് ഉപയോഗിച്ചിരിക്കുന്നത്? പുരുഷാരത്തിന്റെ ഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ബഹുജനം ഒന്നിച്ച് നാർത്തട്ടഹസിക്കുന്ന പോലെ, ഭയങ്കര പെരുവെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം പോലെ, തകർത്ത ഇടിമുഴക്കം അല്ല, തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. റെഡി, ഫൈനൽ സ്റ്റേജ് റെഡി. ബാക്കി നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ആർക്ക്? ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ അടുത്ത കാര്യം പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണം വന്നു. ഇപ്പൊ കല്യാണം ഉറപ്പാണ് നടക്കുന്നത്. ഈ പ്രസംഗമെല്ലാം കല്യാണം ഉറപ്പിന് വേണ്ടിയുള്ള പ്രസംഗങ്ങളാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ കല്യാണം ശരിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി.
റൈറ്റ്, ഞങ്ങളുടെ പണി അതാണ്. പക്ഷേ ഭൂമിയിലെ സാധാരണ കല്യാണം അല്ല. അത് അത്യാവശ്യത്തിന് വരുമ്പോൾ പാസ്റ്റർമാർ ക്രമീകരിച്ചു കൊടുക്കും. എന്നാലും ഞങ്ങളുടെ ബേസിക് ജോലി എന്ന് പറയുന്നത് ഒരു ചെറുക്കനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി ആ ചെറുക്കന് മണവാട്ടി അന്വേഷിക്കുക എന്നുള്ളതാണ്. അതെ, ഒരു കുഴപ്പമില്ലാത്ത ചെറുക്കനാണ്. എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് ഗുണം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്നതിന് വിപരീതമായി ഒരു ദോഷം ഒരു കാലത്തും നിങ്ങളല്ല ഭൂമി മുഴുവൻ നോക്കിയിരുന്നാലും കണ്ടെത്താൻ പറ്റത്തില്ല. അത്രയും ഒന്നാം തരം ഒരു ചെറുക്കൻ. ആ ചെറുക്കന്റെ പേര് കുഞ്ഞാട്. ആ വാക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ വാക്കാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ ഈ യോഹന്നാൻ നേരിട്ട് കണ്ടതാണ് ഈ കുഞ്ഞാടിനെ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവനല്ലേ ഇവൻ? അത് ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു, ഈ പെണ്ണിനെ റെഡിയാക്കാൻ വേണ്ടിയായിരുന്നു, തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ആ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. പിന്നെ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എന്തോ ഒരു മഹത്വമുള്ളൊരു പ്രസ്താവന, നമുക്ക് തിരിയുന്ന ഒരു പ്രസ്താവന. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സ്ത്രീകൾ കുറേ പേര് ഒരു ദിവസം കാന്തയായിട്ട് പോയവരായിരിക്കും. ഞാൻ അല്ല, കുറച്ച് പേരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോകാൻ നോക്കിയിരിക്കുന്നവരായിരിക്കും. വാസ്തവത്തിലെ ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രതിഭാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിനെക്കുറിച്ചൊക്കെ. അപ്പനെയും അമ്മയെയും പെറ്റ് വളർത്തിയ അമ്മ ജനിപ്പിച്ച് ഇത്രയും കാലം ചെലവിനും കൊടുത്ത് സൂക്ഷിച്ച് പൊന്നപ്പോലെ കൊണ്ട് നടന്നതാണ് ഈ പിള്ളേരെ. ഒരു ദിവസം കല്യാണം കഴിച്ചങ്ങ് പോവും. പ്രത്യേകിച്ച് പെണ്ണിന്റെ കാര്യം പറയാം. സാധാരണഗതിയിൽ കല്യാണം കഴിച്ച് ചെറുക്കൻ്റെ വീട്ടിലല്ലേ താമസം? ആണോ? ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണോ? അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിൽ പോവാണ്. അപ്പനെയും അമ്മയും വിട്ടങ്ങ് പോവുകയാണ്. Am I right? Okay. നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒത്തിരി പരിചയമുള്ള ചെറുക്കനെ അല്ലല്ലോ കെട്ടുന്നേ. ആണോ? ഒത്തിരി കാലം പ്രേമിച്ച് നടന്ന് അങ്ങനൊക്കെ പരിചയമുള്ള, അത് നമ്മുടെ സംസ്കാരത്തിലല്ലോ. അതൊക്കെ വല്ല വേറെ വല്ല രാജ്യത്തെ സംസ്കാരമല്ലേ. എന്നിട്ടും പേടിച്ചാണോ ഈ കല്യാണത്തിന് പോകുന്നേ? അല്ല. കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഏറെക്കുറെ മിക്ക സ്ത്രീകളും ഒരു കൊച്ചു കരച്ചിൽ കരയും. ഉണ്ടോ? എന്നാലും അത് ഒത്തിരി നേരമൊന്നും കരയത്തില്ലല്ലോ. നീ കല്യാണം കഴിഞ്ഞു, ചെറുക്കൻ്റെ കൂടെ വണ്ടിയെ കയറി പോവുകയാണ്. പോകാൻ നേരവും വീട്ടുകാരെ വിടുമ്പം ഒരു കരച്ചിൽക്കാരെ, മിക്ക പേര്, അപൂർവം ചിലരേ ഉള്ളു കരയാതെ പോകുന്നത്. ഇനി ആ കരയുന്ന പെണ്ണും എത്ര നേരം കരയും? നീണ്ട കരച്ചിൽ, വണ്ടി വിട്ടു കഴിഞ്ഞാലും എന്ന് പറഞ്ഞിരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ രാത്രിയാകുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടോ? ഉണ്ടെങ്കിൽ അവക്ക് എന്തോ കുഴപ്പമുണ്ട്. പെണ്ണിന് ചെറുക്കന്റെ വീട്ടിൽ പോകാൻ എന്തൊരു തിരക്കാന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അപ്പനെ ഇത്രയും കാലം ഇത് പൊന്നെ പോലെ വളർത്തിയല്ലേ, അവരെയല്ലേ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റേ ചെറുക്കൻ എങ്ങനെ ഉണ്ടെന്ന് പോലും അറിയത്തില്ലല്ലോ, വീട്ടുകാർ എങ്ങനെ ഉണ്ടെന്ന് വേണ്ട ഒത്തിരി അറിയില്ലല്ലോ. എന്നിട്ടും പോകുന്ന പോക്കിന്റെ തൻ്റെ ഇടം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വീട്ടുകാരെ വിടാൻ ഒരു മടിയില്ലാത്തതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതല്ലേ ഭൂമിയിലെ പ്രതിഭാസം? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താ കാര്യം? പെണ്ണ് ഒരുങ്ങി കല്യാണത്തിന് പോകാൻ ഒരുങ്ങി. കല്യാണത്തിന് പോകേണ്ട ഒരുക്കം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ ഒരുക്കമല്ല, അവൾ ഒരുങ്ങിയത് കൊണ്ടല്ലേ ഈ പോക്ക് പോയത്. ഞാൻ പറഞ്ഞ തുണിയെടുത്ത് കൊടുക്കുന്നതല്ല അതിൻ്റെ ഒരുക്കത്തിന്റെ പ്രധാനം, മനസ്സിന്റെ ഒരുക്കമാണ്, ആളത്വത്തിന്റെ ഒരുക്കമാണ്. ഭൂമിയിലെ കല്യാണം അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം വിളിച്ചു പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവനൊരു പെണ്ണിനെ കണ്ടിരിക്കുന്നു, ആ പെണ്ണും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതാണ് പ്രയോഗം, തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആളുകൾ ആരെങ്കിലും പറഞ്ഞ് ദണ്ണിപ്പിച്ച് ഒരുങ്ങടി പെണ്ണെന്നും പറഞ്ഞ് വഴക്കിട്ടൊന്നും അല്ല ഈ ഒരുക്കുന്നത്.
ചില ആളുകളെ ഇങ്ങനെ ഇടിച്ച് പഴിപ്പിച്ചു വേണം ആത്മീയത്തിനകത്ത് കൊണ്ടുവരാൻ. പറഞ്ഞാലും തലേ കയറില്ല, പിന്നെ പിടിച്ചു നിന്ന് മത്സരിച്ച് നിന്ന് മസിൽ പിടിച്ചു നിന്ന് പിന്നെ ഗതിയില്ലാതെ വരുമ്പോഴൊക്കെ ഇറങ്ങിച്ചേർന്ന് പോകാം. അങ്ങനൊന്നും അല്ലെന്നേ. കുഞ്ഞാടിന്റെ കാന്തയെന്ന് പറഞ്ഞാൽ പെണ്ണ് കല്യാണത്തിന് ഒരുങ്ങുന്നത് പോലെ പോണം, വേഗം പോണം, ആ വീട്ടിൽ പോണം. അതും സൂപ്പർ ചെറുക്കനാണെങ്കിൽ പിന്നെ പറയണോ? വീട്ടുകാരും പരമസുഖം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന് വീട്ടിൽ നിൽക്കാൻ തോന്നുമോ? വേഗം പോകണമെന്ന് താല്പര്യമുള്ളത് പോലെ ഭൂമിയിൽ ഒരു കൂട്ടം ജനമുണ്ട്, കുഞ്ഞാടിന്റെ കാന്തയായി തീർന്നിരിക്കുന്നവർ, വാക്കു പറഞ്ഞവർ. അവർക്ക് വേഗം പോകണം. അതിനുവേണ്ടി അവർ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി താമസിക്കാൻ റെഡി ആയിരിക്കുകയാണ്. വീട് അങ്ങനെയുള്ളതാണെന്ന് അറിയാൻ കഴിയുന്നിടത്തോളം അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ വീട് അങ്ങനെയുള്ളതെന്നറിയാം, വീട്ടുകാരങ്ങളുള്ളതെന്നറിയാം, അവിടുത്തെ രീതി എങ്ങനെയാണെന്നറിയാം. അപ്പൊ ഇവൾ തന്നെത്താൻ ഇരിക്കുന്നതിന്റെ ഭാഗമാണ് പുസ്തകം എടുത്ത് വായന. ഈ ചെറുക്കനെ കുറിച്ച് അറിയാവുന്ന വല്ലവരും കിട്ടിയാൽ പിന്നെ ചെറുക്കന്റെ ഗുണഗണം കേൾക്കണം അവക്ക്. അങ്ങനെ കുത്തിയിരുന്ന് അങ്ങ് കേൾക്കും. അങ്ങനെ ഒരുങ്ങി തയ്യാറായി അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവർക്ക് ആ ദിവസം അവിടെ സ്പെഷ്യൽ വസ്ത്രങ്ങളുണ്ടെന്ന്, ഭയങ്കര സ്പെഷ്യൽ വസ്ത്രങ്ങൾ, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന അനൗൺസ്മെന്റ് ആണ്. കല്യാണമുണ്ട്, കല്യാണത്തിന്റെ സദ്യ ഉണ്ടെന്ന്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ എല്ലാവരും ആരൊക്കെയാണെന്ന് പറയാനൊന്നും എനിക്കറിയത്തില്ല. വേദപുസ്തകം അതിനെ കുറിച്ച് ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. വേദപുസ്തകം പറയുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. എനിവേ അവിടെ വിളിച്ചു പറയുന്നു ഒരു കല്യാണ സദ്യ ഉണ്ട്, ആരെയൊക്കെയോ അവിടെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്നും പറയുന്നു. യേശു ഒരിക്കൽ പറഞ്ഞ പ്രയോഗം ഉണ്ടോ, ഓർമ്മയുണ്ടോ? മത്തായി 26:29 അവിടെ ഒരു കല്യാണ സദ്യ. മത്തായി 26:29 എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ കണ്ടില്ലേ? പിതാവിന്റെ രാജ്യത്തിൽ ഞാൻ പുതുതായി കുടിക്കുന്ന ഒരു നാൾ വരും. അപ്പൊ അങ്ങനെ സദ്യയും വിരുന്നും ഒക്കെ അവിടെ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ കുഞ്ഞാടിന്റെ കല്യാണ സദ്യ എന്നും പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന്. അപ്പൊ ഇത് അനൗൺസ്മെന്റ് ആണ്. സംഗതി നേരത്തെ സംഗതി അങ്ങോട്ട് നടക്കുന്നതിന് മുമ്പ് ഒരു ഡിക്ലറേഷൻ സ്വർഗത്തിൽ നിന്ന് വരികയാണ്. അനൗൺസ്മെന്റ്സ് ആണ്. ഓക്കെ, ബാക്കി ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹപ്രത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ആരുടെ മുമ്പിലാണ് ഇങ്ങനെ വീണത്? ഒരു ദൂതന്റെ മുമ്പിൽ. കാരണം ഭയങ്കര ദർശനമെല്ലാം കാണിച്ചു കൊടുത്തതാണ്. ഭയങ്കര ദർശനമെല്ലാം കാണിച്ചു കൊടുത്തപ്പോ ഈ വലിയ ദർശന നിമിത്തം ബഹുമാനത്തിന് ഒന്ന് തൊഴുതു. കൊടുത്തപ്പോ ദൂതൻ എന്താ പറയുന്നു? അതരുത്, ഞാൻ നിനക്കും എന്നെ നമസ്കരിക്കരുത്. ആരാധിക്കാനല്ല അദ്ദേഹം തൊഴുതത്. ഇത് ദൈവമാണെന്നും പറഞ്ഞല്ല യോഹന്നാൻ തൊഴുതത്. വലിയ ദർശനങ്ങൾ കൊടുത്തപ്പോ ഒരു ബഹുമാനത്തിന്, ഒരു ആദരവിനൊന്ന് ഒന്ന് വണങ്ങിയതാണ്. അപ്പൊ പറയുന്നു, നോ നോ ഡോണ്ട് ഡു ഇറ്റ്. ആ ആരാധന ക്രിസ്തുവിന് മാത്രമേ ചേരുള്ളൂ. ഞാൻ ആരാണ്? നിനക്കൊരു സഹഭൃത്യനാണ്. നിന്നെ പോലെ ദൈവത്തിന്റെ ദാസനാണ് ഞാനൊരു ദൂതൻ. പക്ഷേ ദൈവം പറയുന്നത് ചെയ്യുന്ന ജോലിയാണ് എനിക്കുള്ളത്. ഒരു കാരണവശാലും എന്നെ നീ വണങ്ങാൻ പാടില്ല. കേൾക്കണേ, ഇത് ഭൂമിയാ കേൾക്കേണ്ട ഒരു വാക്കാണ്. ഭൂമിയിൽ എത്രയോ ക്രിസ്ത്യാനികൾ ദൂതന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, പല രൂപത്തിന്റെ മുമ്പിൽ തൊഴുന്നു, പുണ്യവാളന്മാരുടെ മുമ്പിൽ തൊഴുന്നു. പുണ്യവാളൻ അവർ വിളിക്കുന്നവരുടെ മുമ്പിൽ, അത് വെച്ചാൽ അവർ നേരത്തെ ജീവിച്ചിരുന്ന മനുഷ്യരും മനുഷ്യരുടെ ആത്മാക്കളൊന്നല്ല അവർ വിശ്വസിക്കുന്നത്. ദൂതരൂപങ്ങളുടെ മുമ്പിൽ വണങ്ങുന്നു. അവർ പറയും ഞങ്ങൾ ആരാധിക്കുകയല്ലെന്ന്. യോഹന്നാൻ ആരാധിക്കായിരുന്നോ? അല്ലായിരുന്നല്ലോ. ഔട്ട് ഓഫ് റെസ്പെക്ട്, ബിക്കോസ് ഓഫ് ദ ഡീറ്റെയിൽഡ് റെവലേഷൻ, ദി ഇന്റർപ്രിറ്റേഷൻസ്. ഈ വചനം പറഞ്ഞു കൊടുത്തതിന്റെ ബഹുമാനത്തിന് ചെയ്തൊരു കാര്യമാണ്. എന്നിട്ടും അവനോട് വിളിച്ചു പറയുന്നു ഇത് പാടില്ല. ശുദ്ധ ദൂതൻ ആരാധന സ്വീകരിക്കില്ല.
കേൾക്കൂ, ദൈവത്തിന്റെ ദൂതൻ ഒരു കാരണവശാലും ആരുടെയും വണക്കം സ്വീകരിക്കില്ല. അവര് പറയും എന്നെ നമസ്കരിക്കരുത്. നമസ്കരിക്കാൻ പറയുന്ന ആരാന്നറിയാമോ? മറ്റേ പുള്ളിയുണ്ട്, യേശുവിന്റെ വന്നൊരു പുള്ളിയുണ്ട്, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ, സാത്താൻ. അവൻ പറയും നീ എന്നെ വണങ്ങി നമസ്കരിക്കണം. അതുകൊണ്ട് ലിസൺ ടു മീ, ഒരൊറ്റ വിശുദ്ധ ദൂതനും ഭൂമിയിൽ ഒരു മനുഷ്യനും അർപ്പിക്കുന്ന ബഹുമാനം കൈക്കൊള്ളില്ല, നമസ്കാരം സ്വീകരിക്കില്ല. നിങ്ങളുടെ നമസ്കാരം ഏതെങ്കിലും ഒരാൾ ഒരു ദൂതൻ സ്വീകരിക്കും നിങ്ങൾ ധരിക്കുന്നെങ്കിൽ അത് വിശുദ്ധ ദൂതനല്ല. ആത്മജീവിതം ഗൗരവമായി ചെയ്യേണ്ടതാണ്, ബോധപൂർവം ചെയ്യേണ്ടതാണ്. അവരവർക്ക് തോന്നുന്ന തോന്നലുകളുടെ വെളിച്ചത്തിൽ നടത്തേണ്ടതല്ല ആത്മജീവിതം. ഇതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഒരു കാരണവശാലും അവർ ആരാധന സ്വീകരിക്കുകയില്ല. ഗോ ഹെഡ്, ബാക്കി. നിന്റെ സഹോദരന്മാർക്കും സഹപ്രവർത്തനത്രേ ദൈവത്തെ നമസ്കരിക്കാം. ഓക്കെ, അടുത്ത്. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അടുത്ത്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത്. അനന്തരം ഈ വിളംബരം കഴിഞ്ഞ ഉടൻ ഞാൻ നോക്കിയപ്പോ സ്വർഗം തുറന്നിരിക്കുന്നു. പിന്നെ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. ഇയാളിനെ നമ്മൾ സ്വല്പം ഒന്ന് ചൂണ്ടിക്കാണിച്ചു, എങ്കിലും കേട്ടോളൂ. അവന്റെ പേര് വിശ്വസ്തനും സത്യവാനും. ഓർമ്മയുണ്ടോ? സഭകളുടെ പേര് പറഞ്ഞപ്പോ പല സഭകളോടും പറഞ്ഞതിൽ യേശു ഇങ്ങനെയാണ് വെളിപ്പെട്ടത്, വിശ്വസ്തനും സത്യവാനും. ബാക്കി, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവന്റെ കണ്ണ് അഗ്നിജ്വാല. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. തുയത്തേര സഭയിൽ പ്രത്യക്ഷപ്പെട്ടതും ഇങ്ങനെ തന്നെ. പിന്നെ തലയിൽ അനേകം രാജമുടികൾ. തലയിൽ അനേകം രാജമുടികൾ. രാജമുടികൾ എന്ന് പറഞ്ഞാൽ മുടി എന്നല്ല എന്റെ അർത്ഥം, കിരീടങ്ങൾ. മെനി റോയൽ ക്രൗൺസ്, ഡയഡംസ്. അതായത് പണ്ട് ഓരോ രാജാക്കന്മാർ വേറൊരു രാജ്യത്തെ ജയിച്ച് മടങ്ങി വരുമ്പോ രാജാവിനെ ജീവനോടെ പിടികിട്ടിയാൽ അയാളെ കൊണ്ടുവരും. ഇനി അയാളെ കിട്ടിയില്ലെങ്കിൽ, അയാളെ കൊന്നുപോയെങ്കിൽ, അല്ല അയാൾ രക്ഷപ്പെട്ടാൽ അയാളുടെ വാളെടുക്കും, അയാളുടെ കിരീടം എടുക്കും. മിക്കപ്പോഴും അയാളെ കൊന്ന് കിരീടമെടുത്ത് അവർ കൊണ്ടുവന്ന് അവരുടെ ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ അതെല്ലാം പ്രദർശിപ്പിക്കുന്ന ഭിത്തിയുണ്ട്, അവിടെ കൊണ്ടുവെക്കും. ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും ആധിപത്യം ഏറ്റെടുക്കാൻ ഒരുത്തൻ വരുന്നു. അതല്ലേ വായിച്ചത്? ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അനേക രാജ്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും അധികാരം ഏറ്റെടുക്കുന്നവനായി അവന്റെ തലയിൽ അനേകം കിരീടങ്ങൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. എന്നിട്ട് പറയുന്നു അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അത് ഇതുവരെ വെളിപ്പെട്ടിട്ടുള്ള ഒരു നാമം അല്ല, അന്ന് മാത്രമേ അത് വെളിപ്പെട്ട് വരികയുള്ളൂ. അതുകൊണ്ട് അതെന്താണെന്ന് പറയാൻ ഒരു നിർവാഹവും ഇല്ല, അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ പ്രത്യേക ഒരു നാമം കൂടി അവനുണ്ട്. ഓക്കെ, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യാർത്ഥം 14-ാം അധ്യായത്തിലുണ്ട്. എങ്കിലും ഇനി വേറൊരർത്ഥം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൽ രണ്ടാം വാക്യം. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതുപോലെ ഇരിക്കുന്നതെന്ത്? അടുത്ത, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മനുഷ്യപുത്രൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത് നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു.
തീയുടെ മേൽ അധികാരമുള്ള മറ്റൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. കേൾക്കണേ, മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ ഇട്ടു. ബാക്കി ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി. മുന്തിരിച്ചാർ ഒഴുകിയെന്നല്ല പറയുന്നത്, പിന്നെ രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. നാഴിക ദൂരത്തോളം രക്തനദി ഒഴുകിയെന്ന്. മനുഷ്യപുത്രൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നോക്കി സഹായിപ്പാൻ ഒരുത്തനുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ തന്നെ മുന്തിരിച്ചക്ക് ചവിട്ടി. അതിലെ ആ മുന്തിരിങ്ങായുടെ ചാറ് എന്റെ ഉടുപ്പിന്റെ മേൽ വിധിച്ചിരിക്കുന്നു, അതിന്റെ രക്തം എന്റെ മേൽ തളിച്ചിരിക്കുന്നു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവകോപത്തിന്റെ ഭയങ്കര നാളിൽ കണ്ടമാന ആളുകളാണ് വധിക്കപ്പെടുന്നത്. കാരണം ഇതിനെല്ലാം അവസരം കൊടുത്ത് മാനസാന്തരപ്പെടാൻ. ഒറ്റയൊരെണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഈ കഷ്ടങ്ങൾ ഇത്രയും വന്നിട്ടും അതിനെ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടാൻ ഒരാൾക്കും മനസ്സുണ്ടായില്ല. അതുകൊണ്ട് ദൈവകോപം അവരുടെ മേൽ ചൊരിഞ്ഞ് അനേകരെ കൊന്നുകളഞ്ഞു. എന്നാൽ യെശയ്യാപ്രവചനത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. രക്ഷിപ്പാനുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവൻ വന്നു. നീതി അരുളി ചെയ്യുന്നവനായി ബലവാനായ ഒരുത്തൻ ദേശത്തൂടി നടകൊണ്ടു. രക്ഷിപ്പാൻ വല്ലഭൻ എന്നാണ് അവന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. രക്ഷിപ്പാൻ വല്ലഭനായി അവൻ വന്നു. ലോകത്തിന്റെ പാപമെടുക്കാൻ അവൻ വന്നു. കണ്ടില്ലേ, ഒറ്റ ഒരുത്തൻ കൂടുണ്ടായില്ല. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പോലും ആ മുന്തിരിക്കച്ചക്ക് എവിടുന്ന സമയമായപ്പോഴത്തേക്ക്, ദൈവകോപത്തിന്റെ വലിയ ചക്ക് മതിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് ആരും കൂടുണ്ടായില്ല. എല്ലാവരും ഒഴുകി മാറി, എല്ലാവരും ഓടിപ്പോയി. എന്നാൽ ദൈവകോപത്തിന്റെ ചക്ക് അവൻ മെതിച്ചു. അവൻ തന്നെ അവന്റെ ശരീരം മുഴുവൻ രക്തം തെറിച്ചവനായി, വസ്ത്രം മുഴുവൻ രക്തത്തിൽ കുതിർന്നവനായി ആ ഗോൽഗോത്ത മലയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് നിൽക്കുന്ന കാഴ്ച 5-ാം അധ്യായം പറഞ്ഞപ്പോ ഞാൻ ഒന്ന് വിശദീകരിച്ചത് ഓർമ്മയുണ്ടോ? അവന്റെ പുറം മുഴുവൻ അടിച്ചു കീറി രക്തം ചീറ്റി പാഞ്ഞു അവന്റെ പുറത്തുനിന്ന്. അവന്റെ തല മുള്ളു വെച്ചടിച്ച് തകർത്ത് തലയിൽ നിന്ന് രക്തം ചീറ്റിപ്പായുന്നു. അവന്റെ വസ്ത്രം മുഴുവൻ രക്തത്തിൽ കുളിച്ചവനായി നിൽക്കുന്നു. ഇതൊറ്റ ഒരുത്തനേ ഉള്ളൂ, നിങ്ങളുടെയും എന്റെയും പാപം ചുമക്കാൻ ക്രൂശിൽ പോയ ദൈവപുത്രനായ യേശു. ഹല്ലേലൂയ. രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവനായി ഒരു ദിവസം ആകാശം കീറി ഇറങ്ങി വരുന്ന ഒരുത്തൻ, അവനെ കണ്ടാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇവനെ പോലെ വേറൊരുവനില്ല. ദൈവകോപത്തിന്റെ ചക്ക് നിങ്ങൾക്കും എനിക്കും വേണ്ടി മെതിച്ചപ്പോ താൻ തന്നെ അതിനകത്ത് മെതിക്കപ്പെട്ടവനായി, എങ്കിലും മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവനായി രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവൻ ആകാശ മേഘങ്ങളെ കയറി ഇറങ്ങി വരാൻ പോകുന്നു. അവന്റെ കൂടെ എന്ത് വരുന്നു? സ്വർഗത്തിലെ സൈന്യം. ബാക്കി നിർമ്മലവും ശുഭ്രവുമായ, അവന്റെ കൂടെ സ്വർഗത്തിലെ സൈന്യം ഇറങ്ങി വരുന്നു. നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്, സ്വർഗത്തിലെ വെള്ള ഉടുപ്പും ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്നു. ശുദ്ധവും നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവന്റെ സൈന്യം വരുന്നെന്ന്. സാധാരണ സൈന്യം എന്ന ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അവരുടെ വേഷം നോക്കൂ. അങ്ങനെ അവരുടെ വേഷം, ഇവിടെ കാണുന്ന വേഷം 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞ 8-ാം വാക്യത്തിൽ പറഞ്ഞ വാക്യമാണ്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഇവരുടെ വസ്ത്രം എന്താണ്? നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. അങ്ങനെയെങ്കിൽ അവന്റെ കൂടെ ഇറങ്ങി വരുന്നത് ആരാണ്? അവന്റെ കാന്ത. ആമേൻ. ഇവിടെ ഇവർ മേപ്പോട്ട് പോയില്ലേ? മേപ്പോട്ട് പോയ ഇവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടതാണ്. ആ പോയവരോട് കൂടെ
ഒരു ദിവസം അവൻ ആകാശം പിളർന്ന് ആ സഭയോട് കൂടെ അവൻ താഴേക്ക് ഇറങ്ങി വരുന്നു. സ്വർഗത്തിലെ സൈന്യം അവനെ പോലെ തന്നെ വെള്ള കുതിരപ്പുറത്ത് കയറി ഇറങ്ങി വരുന്നു. ബാക്കി ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. അത് മുമ്പേ ഞാൻ 14-ാം അധ്യായത്തിൽ വായിച്ച് കേൾപ്പിച്ച ഭാഗത്തിന്റെ ബാക്കിയാണത്. ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്കവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും ഇറങ്ങി വരുമ്പോൾ അവനിൽ കാണുന്ന നാമം, ഇത് പല സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞതാണ്. ആകാശം കീറി ഇറങ്ങി വരുമ്പോ അവന്റെ ഉടുപ്പിന്റെ മേൽ, അവന്റെ തുടമേൽ ഒരു നാമം എഴുതിയിരിക്കുന്നു, രാജാതി രാജാവും കർത്താതി കർത്താവും. അപ്പൊ അവന്റെ സൈന്യം, അവന്റെ ജനവും അവനോട് കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഭൂമിയിലേക്ക് നേരിട്ട് കോടി കോടി വിശുദ്ധന്മാരുമായി ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ ദൈവത്തിന്റെ സഭ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇതിനെ ഭരിക്കാനായി വരാൻ പോകുന്നൊരു ദിവസമുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരു വലിയ ദിവസം വരുന്നു. നിങ്ങൾ ഇവിടുന്ന് ആകാശത്തിലേക്ക് പറന്നു പോകും, ഞാനും പോകും. അവിടെ പോയതിന് ശേഷം ഒരു കാലം കഴിയുമ്പോൾ അവനോട് കൂടെ ഈ ഭൂമിയിലേക്ക് നേരിട്ടിറങ്ങി വരുന്ന ദിവസം വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണുമ്പോൾ അവനോട് കൂടെ ശോഭയുള്ള അവന്റെ കാന്തയും ഇറങ്ങി വരുന്നത് ലോകം കാണാൻ പോകും. ഇത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസമെന്ന് വിളിക്കാം. ഇന്ന് നിങ്ങളെ ലോകത്തിന് പരിചയമില്ല. നിങ്ങൾ കുറച്ചുപേരെ അറിയാം, പക്ഷെ നിങ്ങൾ ആരാണെന്ന് അസൽ അറിയില്ല. അതല്ലേ 1 യോഹന്നാൻ പറയുന്നത്? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. തന്നെയല്ല, ഈ ലോകത്തിൽ നമ്മെ അറിയില്ല. അവനെ, നമ്മുടെ പിതാവിനെ അവർക്ക് അറിയായികയാൽ നമ്മളെയും അവരറിയുന്നില്ല. പക്ഷെ നമ്മൾ അറിയണം നമ്മൾ ആരാണെന്ന്. ഇതുവരെ നമ്മെ ഈ ലോകത്തിന് വേണ്ട വിധത്തിൽ വെളിപ്പെട്ടിട്ടില്ല. നമ്മൾ ദൈവമക്കളാണെന്നും ദൈവത്തെ സേവിക്കുന്നതിന്റെ മഹത്വം എന്താണെന്നും ഈ ലോകം കണ്ടിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ഇത് ഭോഷത്വമാണ്, സുവിശേഷം ഭോഷത്വമാണ്. സുവിശേഷം വിശ്വസിക്കുന്നവൻ മരമണ്ടനാണ്. അവരുടെ ദൃഷ്ടിയിൽ നമ്മളാരും ബുദ്ധിമാന്മാരല്ല, വിവരമില്ലാത്തവർ, എന്തോ ഭ്രാന്ത് പിടിച്ചവർ, ഇതൊക്കെയാണ് ലോകത്തിന്റെ ചിന്ത. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയൂ, ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് സകല കണ്ണും കാണത്തക്കവണ്ണം വെളിപ്പെട്ട് ആകാശമേഘത്തിൽ ശോഭയോടുകൂടി ഇവരും ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ഭയങ്കര ദിവസം വരുന്നു. ഇതിന്റെ പേര് ഒന്നുകൂടി ഞാൻ വിളിച്ചു പറയാണ്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസം. ദൈവമക്കൾ ആരാണെന്ന് ലോകം കാണാൻ വേണ്ടി, ജാതികൾ കാണാൻ വേണ്ടി, രാജാക്കന്മാർ കാണാൻ വേണ്ടി വെളിപ്പെടുത്തുന്ന വലിയ ദിവസം വരുന്നു. ശോഭ ധരിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ വെളിപ്പെടേണ്ട ദിവസത്തിനായി ഇപ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ മഹത്വം ഇന്നറിയില്ലെങ്കിൽ ഒരുങ്ങി തയ്യാറായിക്കൊള്ളൂ. അതിന്റെ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരുങ്ങിക്കൊള്ളൂ. പതുങ്ങി എവിടെങ്കിലും ഒളിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. സുവിശേഷം ഇന്ന് വിളിച്ചു പറയേണ്ടവർ, രംഗത്തിറങ്ങി പറയേണ്ടവർ, ഒരു ദിവസം തേജസ്സോടുകൂടെ ഇവിടുത്തെ രാജാക്കന്മാർ കാണത്തക്കവണ്ണം, അംഗീകരിക്കത്തക്കവണ്ണം ഭൂമിയിലേക്ക് വരാനുള്ള കുഞ്ഞാടിന്റെ കാന്തയാണ് നിങ്ങൾ. ആമേൻ. പൊങ്ങച്ചവും അഹങ്കാരവും പറഞ്ഞ് നടക്കണ്ട. പക്ഷെ അന്തരംഗത്തിൽ ബോധ്യം വേണം, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയാണ്. ഇറങ്ങി നടക്കുമ്പോൾ അന്തസ്സോടെ ഇറങ്ങി നടക്കണം, കുഞ്ഞാടിന്റെ കാന്തയാണ്. തന്നെയല്ല, ഒന്നാന്തരം മണവാളനല്ലേ. ഭൂമിയിൽ എത്രയെത്ര മണവാളന്മാർ തോറ്റിരിക്കുന്ന കാലം, ഇഷ്ടം പോലെ വിവാഹമോചനങ്ങൾ നടക്കുന്ന കാലം. വായി തുറന്ന് വിളിച്ചു പറയൂ, എനിക്കൊരു മണവാളനെ പരിചയമുണ്ട്, സുന്ദരനായ മണവാളൻ. അവനെപ്പോലെ സുന്ദരൻ വേറെ ആരും ഇല്ല. ആ 10,000ങ്ങളിൽ എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ 10,000 പേരുടെ സൗന്ദര്യം ഒരുമിച്ചിടൂ, ഇവന്റെ സൗന്ദര്യത്തിന്റെ പരിയത്ത് വരില്ല. 10,000 പേരിൽ ഒരുത്തന്റെ സൗന്ദര്യം എന്നല്ല അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ മുഴുവൻ മനുഷ്യരുടെയും സൗന്ദര്യം ഒന്നിച്ചിട്ടാലും ഇത്ര ശോഭ വരാത്ത പരമസുന്ദരനായ മണവാളൻ. അവന്റെ ജ്ഞാനം പറയൂ, അവന്റെ ജ്ഞാനത്തിന് അത്രയും ജ്ഞാനം ആർക്കുണ്ട്? ഇത് മുഴുവൻ ഉണ്ടാക്കിയ ഭയങ്കര ഡിസൈനർ അല്ലേ അവൻ? ഇത് മുഴുവൻ ഇതിന്റെ നിലയ്ക്ക് നിർത്തിയിരിക്കുന്ന ഭയങ്കര ജ്ഞാനിയല്ലേ? അവന്റെ ജ്ഞാനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാ PhDയും കൂടി ഒന്നിച്ചൊരുത്തനെടുത്താൽ പോലും ദൈവമുണ്ടാക്കിയ ഭൂമിയുടെ സ്വല്പം ഭാഗമേ അവൻ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ മുഴുവൻ മഹത്വത്തിന്റെയും ഉടമസ്ഥനായ ദൈവപുത്രനല്ലേ നമ്മുടെ കാന്തൻ.
ഹല്ലേലൂയ. അവന്റെ പണം പറഞ്ഞാലോ അവനുണ്ടാക്കിയ ഭൂമിയുടെ ഒരു സ്വല്പം ഭാഗം പിടിച്ചുകൊണ്ടല്ലേ ഇവിടുത്തെ വലിയ പണക്കാരനിരിക്കുന്നത്. കുറെ കോടികളുടെ സ്വത്ത് പറയുവാനുണ്ടെങ്കിൽ ഇവന്റെ സ്വത്തോ അവൻ പറയുന്ന ആകാശം എന്റെ വക, ഭൂമി എന്റെ വക, ഭൂമിയിലെ സകല ജന്തുക്കളും എന്റെ വക, ആകാശത്തിലെ പറവകൾ എന്റെ വക, സമുദ്രം എന്റെ വക, സകല ഗോളങ്ങളും ഇവന്റെ വക. അത്ര വലിയ മണവാളനെ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു പണക്കാരനെ കാണിക്കാനുണ്ടോ? ഹല്ലേലൂയ. വലിയ കുടുംബക്കാരനെ പറയാനുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ പേര് പറയട്ടെ. അവരെ മുഴുവൻ ഉണ്ടാക്കിയ കുടുംബത്തിന്റെ ഉടമസ്ഥനാണ് എന്റെ കാന്തനെന്നും നിങ്ങളെ സ്നേഹിക്കുവാൻ അവൻ തയ്യാറാകുന്നുവെന്നും ലോകത്തോട് വിളിച്ചു പറയുവാനല്ലേ ഇന്ന് നമ്മുടെ ജോലി. വായി തോരാതെ വിളിച്ചു പറയേണ്ട ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം. വായി തോരാ വിളിച്ചു പറയേണ്ടത് നമ്മുടെ മണവാളന്റെ ഗുണഗണങ്ങൾ. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ആളുകളെ ഒരുക്കി കൊടുക്കുന്ന ജോലിയാണ് നിങ്ങൾക്കുമുള്ളത്. എന്റെ ജോലി മാത്രമല്ല, പാസ്റ്റർമാരുടെ ജോലി മാത്രമല്ല. നിങ്ങൾ കാന്തയായി തീർന്നോ? അടുത്തൊരാളെ കാന്തയെ ഒരുക്കുവാൻ, അവരുടെ ഗുണത്തിന്, ക്രിസ്തുവിന്റെ നേട്ടത്തിനല്ല, അവരുടെ ഗുണത്തിന്, അവരുടെ രക്ഷയ്ക്ക്, അവരുടെ നിത്യതയ്ക്ക്. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ രക്ഷയ്ക്ക്, നമ്മുടെ അയൽപക്കക്കാരെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് പരിചയപ്പെടുത്തേണ്ട മണവാളനുണ്ട്. യേശു എന്ന മണവാളൻ.